Today, you speak to us, Lord. Transform us. Take us from glory to glory. അപ്പാ നന്ദി അപ്പാ, എല്ലാ ദിവസവും ഞങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങ് മഹത്വത്തെ ആമേൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ്ണമായി എടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരും ഇരുന്നാട്ടെ. Good morning. ഗുഡ് മോർണിംഗ്. How are you? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. Glory to glory. ഓക്കെ, വളരെ നല്ലത്. മഹത്തിലേക്ക് The school of the Holy Spirit is പരിശുദ്ധാത്മാവിൻ്റെ പാഠശാല എന്ന് പറയുന്നത് every subject, everything is one after another will help you to build your spirit. ഓരോരോ വിഷയങ്ങളും ഒന്നൊന്നായി നിങ്ങളെ ക്രിസ്തുവിൽ വളരുവാൻ സഹായിക്കും. First few days we had days of cleansing and sanctification and deliverance. ആദ്യത്തെ കുറച്ച് സമയങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന സമയമായിരുന്നു, നിങ്ങളെ ഒരുക്കുന്ന സമയമായിരുന്നു. Cleaning is one day, maintenance is every day. നോക്കുക, ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ദിവസമാണ്, പക്ഷേ അത് കൊണ്ടുപോകുന്നത് മനസ്സിലല്ല, ശരിയല്ലേ? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൂക്കുന്നു, ശരിയല്ലേ? അല്ലാതെ അത് ഒരു മാസം മാത്രമല്ല ശുദ്ധീകരിക്കുന്നത്, എല്ലാ ദിവസവും അത് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലേ? അതുകൊണ്ട് ആദ്യത്തെ ദിവസം ശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഡെലിവറൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെ മഹത്തിൽ നിന്ന് മഹത്തിലേക്ക് പോകാൻ കഴിയും. നമുക്കറിയാം എന്തുകൊണ്ടാണ് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പിടിയുള്ളത്. പിശാച് ഒരു ദിവസം പെട്ടെന്ന് ചാടി നിങ്ങൾ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ചെറിയ വയറ്റിൽ തന്നെ പിശാചിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങും. നീ അത് ശരിയല്ല, ഇത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അവർ നിന്നെ സ്നേഹിക്കുന്നില്ല. നോക്കുക, എല്ലാവരും സ്നേഹിക്കപ്പെടുന്നു, നിങ്ങൾ മാത്രം സ്നേഹിക്കപ്പെടുന്നില്ല. മറ്റുള്ളവരെല്ലാം സുന്ദരിമാരാണ്, നിങ്ങൾ സുന്ദരിയല്ല. അവർക്കെല്ലാവർക്കും നല്ല ജീവിതമുണ്ട്, നിനക്കാണ് ഒരു തെറ്റായ ജീവിതമുള്ളത്. എല്ലാവർക്കും നല്ല സംഭവിക്കുന്നു, എനിക്ക് മാത്രം നല്ലതല്ല സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ അത് സാധാരണമല്ല, അത് ഒരു ദിവസം വരികയില്ല. നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് എല്ലാ അനുഭവങ്ങളും പിശാചൻ നിങ്ങളെ തൊടുകയായിരുന്നു. എന്ത് സംഭവിച്ചെന്നാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊന്നായി കള്ളത്തരം പറഞ്ഞ് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു. ഒരു സമയം വന്നപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു വിശ്വാസമുണ്ട്, എനിക്ക് നല്ലൊരു ജീവിതം ഇല്ല. കാരണം പിശാച് ഒരു വലിയ ശക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും അവൻ്റെ വാക്ക് കേൾക്കുന്നത് കൊണ്ടാണ്. ചിലർക്കറി പറയും, ഞാൻ എപ്പോഴാണ് ഞാൻ പിശാചിൻ്റെ വാക്ക് കേട്ടത്? എല്ലാ ചിന്തകളും, എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലായ്പ്പോഴും നിങ്ങളെ ജനങ്ങൾ താഴെ ഇടാൻ നോക്കുന്നതില്ലേ? എല്ലാ പ്രാവശ്യം പറഞ്ഞത് നീ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളത്. എല്ലാ തവണയും നിങ്ങൾ താഴെ ഇടുന്ന പിശാചിന്റെ വാക്കുകളാണത്. അത് മനുഷ്യരുടെ വാക്കുകളല്ല, പിശാചിന്റെ വാക്കുകളാണ്. എന്ത് സംഭവിച്ചെന്നാൽ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു പിടിമുറുക്കമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭവനം പണിഞ്ഞിരിക്കുന്നു. പിശാച് നിങ്ങൾക്കൊരു ഭവനം പണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പിശാചിന് വന്ന് എളുപ്പത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ വസിക്കാൻ കഴിയുന്നത്.
put one by one upon other. നിങ്ങൾ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ചില ഓരോരോ അട്ടികെട്ടുകൾ ചില കിടക്കുന്ന കാണാൻ കഴിയും. Policeman will with the gun standing. അതിൻ്റെ പുറകിൽ വെടിവെക്കാനായിട്ട് പുറകിൽ പോലീസുകാരൻ നിൽക്കുന്നത് കാണാൻ കഴിയും. Called the stronghold. അതിനെയാണ് അട്ടിയിട്ടിരിക്കുന്ന പിടിമുറുക്കങ്ങൾ. എങ്ങനെയാണ് പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്? It's not a one-day work. ഇത് ഒരു ദിവസത്തെ വർക്കല്ല. Yesterday I lied, today devil came in my life. No. അണ്ണാ ഇന്നലെ പിശാച് കള്ളം പറഞ്ഞ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നു, അങ്ങനെയല്ല. From your childhood, നിങ്ങളുടെ ചെറിയ വയസ്സ് തൊട്ടേ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടായിരിക്കാം, അല്ല നിങ്ങളുടെ കൂട്ടുകാർ മുഖാന്തരമായിരിക്കാം, the way you are brought up, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന വഴിയായിരിക്കാം, ഏതോ ഒരു ഏരിയയിൽ have a stronghold. നിങ്ങൾക്ക് ഒരു പിടിമുറുക്കമുണ്ട്. ചില ആൾക്കാർക്ക് ദേഷ്യമായിരിക്കാം, Some people you have a low self-image about yourself. ചിലർക്ക് നിങ്ങളെ പറ്റിയുള്ള ഒരു തെറ്റായ ചിന്തയായിരിക്കാം. Cannot stand boldly and speak. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുന്നേറ്റ് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള വിചാരമായിരിക്കാം. For some people, all that easily you get hurt. ചിലർക്ക് പെട്ടെന്ന് തന്നെ മുറിവേൽക്കുന്നു. If anybody say one word, finished. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു. You cannot open your mouth. ഒരു മാസം നിങ്ങൾ വായ് തുറക്കാൻ കഴിയത്തില്ല. Sit and cry and cry and cry. നിങ്ങളിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. It is not easy. It is not an easy thing. അത് എളുപ്പപ്പണിയല്ല. It happened in your lifetime. It may be 10 years, 15 years. അത് ജീവകാലം മുഴുവനും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. People lie is a stronghold. ചില ആൾക്കാർക്ക് നുണയായിരിക്കാം ഒരു പിടിമുറുക്കം എന്ന് പറയുന്നത്. It's not a lie, it's exaggeration. ഈ കള്ളത്തരം എന്ന് വെച്ചാൽ കള്ളത്തരമല്ല, അതൊരു വലിയ ബന്ധനമാണ്. അവരെന്ത് ചെയ്യുന്നറിയാമോ? Talk about their life. അവരുടെ ജീവിതത്തെ പറ്റി പറയും. What is my life? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത്. Speak about the family. We have this much, that, and all. Nothing is there in the house, but they exaggerate everything. അവരാണെങ്കിൽ നിങ്ങളടുത്ത് എനിക്ക് അതുകൊണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്നെല്ലാം പറയും. അതൊന്നും അവരുടെ ജീവിതത്തിൽ കാണത്തുമില്ല. ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. He opens his mouth, we know he is lying. ഞങ്ങൾക്കറിയാം വാ തുറന്നാലേ കള്ളത്തരം പറയുകയുള്ളൂ. He also knows he is lying. അവനും അറിയാം അവൻ കള്ളത്തരം എന്ന് പറയുമെന്നുള്ളത്. He will speak. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. Why? നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന്. കൊച്ചുനാൾ തൊട്ടേ Nobody accepted him. ആരും അവനെ സ്വീകരിക്കാത്തതുകൊണ്ട് How the people can accept me? Tell about myself high. എങ്ങനെയാണ് എനിക്ക് ജനങ്ങളിൽ സ്വീകരണം കിട്ടുന്നത് കൊണ്ട് ഞാൻ കള്ളത്തരം പറയാമെന്ന് വിചാരിച്ചു. Spoke. Now it became a second nature for him. അവനതുകൊണ്ട് സംസാരിച്ചു അവൻ അതിൻ്റെ സ്വഭാവമായി തീർന്നു. Some people they exaggerate about themselves too much. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞൊരു സ്വഭാവമായി തീർന്നു. Speak, they want something. I want iPhone in my hand. ചില ആൾക്കാർക്ക് ഐഫോൺ കരങ്ങളിൽ വേണം, അതിനായിട്ട് സംസാരിക്കും. Even the parents don't have money, they want a branded cloth only. ഇനി അവർക്ക് പണമില്ലെങ്കിലും അവർ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രമേ വാങ്ങാറുള്ളൂ. Why? എന്തുകൊണ്ടെന്നാൽ Acceptance from other people by doing all these things. ഇതെല്ലാം ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകാര്യത വേണം, അതിനാണ് ഇത് ചെയ്യുന്നത്. You know what is the root for it? എന്താണ് ഇതിന്റെ വേറെന്നറിയാമോ? Rejected. തിരസ്കരണം എന്നുള്ളതുകൊണ്ടാണ്. People should not reject me. ജനങ്ങൾ എന്നെ തിരസ്കരിക്കരുത്. എന്ത് ചെയ്യണം? Show yourself as a big person. നിങ്ങളെ തന്നെ വലിയ വ്യക്തിയെ കാണുക. That's a stronghold in the mind. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനം. പിശാച് എന്താണ് ചെയ്യുന്നറിയാമോ? Devil have a stronghold for everyone in a different area. പിശാചിന് ഓരോരുത്തരും ജീവിതത്തിൽ ഓരോരോ ബന്ധനങ്ങളുണ്ട്. Somehow he built it. ചില സമയത്ത് അവൻ പണിയും. That only the devil is hiding. അതിന്റെ പുറകിലാണ് പിശാച് മറഞ്ഞിരിക്കുന്നത്. Thank God we cast out the devil. ദൈവത്തിന് സ്തോത്രം, നമ്മൾ ആ പിശാചുക്കളെ പുറത്താക്കി കളഞ്ഞു. Hallelujah. ഹല്ലേലൂയ. പക്ഷേ Devil is casted out. പിശാച് പുറത്തായി. But what is that? പക്ഷേ വേറെ എന്താണുള്ളത്? എനിപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലെ പിടിമുറുക്കം, ബന്ധനം. Devil gone. Devil casting out devil is very easy. പിശാചിനെ പുറത്താക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. Get out. നീ വിട്ടുപോ പിശാചേ, Get out. ദേഷ്യത്തിന്റെ ആത്മ വിട്ടുപോ എന്ന് പറഞ്ഞ എളുപ്പമാണ്. അത് പോയി. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ വിചാരിച്ചിരിക്കുകയാണ്, ഞാനൊരു I cannot live victorious. എനിക്ക് ഈ ഒരു ഇതിൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല, Sin I cannot overcome. എനിക്കിതിൻ്റെ മുകളിൽ ജീവിക്കാൻ കഴിയുകയില്ല. അതാണ് നിങ്ങളുടെ മനസ്സിലെ ഒരു പാറ്റേൺ. എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഇന്നത്തെ സത്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് സഭ Everything, what is the answer
answer the prayer. എല്ലാത്തിനും ഉത്തരം വെച്ച് കഴിഞ്ഞ് എല്ലാ പ്രശ്നത്തിനും പ്രാർത്ഥന. ബ്രദർ, All the time negative thoughts. എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണുള്ളത്. പ്രാർത്ഥിച്ചാട്ടെ. We will not pray. ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. Keep it like ഒരു ചുറ്റിക എടുത്ത് ഒറ്റ അടി കൊടുക്കുക. everything one solution. Pray. എല്ലാ സമയത്തിനും പ്രാർത്ഥിക്കാൻ വരണം. Prayer never helps. പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുകയില്ല. What is the problem of ladies? എന്താണ് ലേഡീസിന്റെ പ്രശ്നം എന്ന് പറയട്ടെ. For you, നിങ്ങൾക്ക് 3 hours together. നിങ്ങൾ ഒത്തിരി മണിക്കൂർ പ്രാർത്ഥിക്കും. The Bible. ബൈബിൾ ഓർക്കത്തില്ല. The reason is I don't understand Bible. കാരണം എനിക്ക് ബൈബിൾ മനസ്സിലാവത്തില്ല. The first day whatever you read Psalms and some Proverbs and finish. എന്താണ് വായിക്കുന്നത്? സങ്കീർത്തനവും കുറച്ച് സദൃശവാക്യം എങ്ങാനും വായിച്ചു എന്നിട്ട് പിന്നെ അത് അടച്ചു വയ്ക്കും. Want a victorious life. പക്ഷെ നിങ്ങൾക്ക് ജയകരമായൊരു ജീവിതവും വേണം. Unless you pull down the strongholds in your mind, you cannot have a permanent victorious life. നിങ്ങളുടെ മനസ്സിലെ കോട്ടകൾ ഇടിച്ചു കളഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് ഒരു വിജയകരമായ ജീവിതം ലഭിക്കുകയില്ല. Talk about it. ഇന്ന് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ അതിനെപ്പറ്റി. What you are today ഹല്ലേലൂയ. എന്താണ് നിങ്ങൾ ആയിരിക്കുന്നത്? is in your mind. അത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നതാണ്. You are a product of your thought. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. രാവിലെ തൊട്ട് രാത്രി വരെ Thinking all the time. എന്താണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? Decide your victory or success. അത് നിങ്ങൾക്ക് ജയത്തെ അല്ലെങ്കിൽ പരാജയത്തെ കൊണ്ടുവരും. You think negative. എല്ലാ സമയം പരാജയത്തെ ചിന്തിക്കുന്നു. Positive life. നിങ്ങൾക്കൊരു പോസിറ്റീവ് ജീവിതം ലഭിക്കുകയില്ല. All the time you think low about yourself. എല്ലാ സമയത്തും നിങ്ങളെപ്പറ്റി താഴ്മയുള്ള ചിന്തയാണ്. Go higher in life. എങ്ങനെ നിങ്ങൾക്ക് ഉയരാൻ കഴിയും? All the time there is unworthy feeling about yourself. I am not good enough. I am not worthy enough. I am not holy enough. എപ്പോഴും നിങ്ങൾക്ക് ഞാൻ യോഗ്യയല്ല എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? How can you live a successful life? എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ജയിക്കാൻ കഴിയും? ഹല്ലേലൂയ. God's way of changing your life is through the word of God changing your mind. ദൈവം നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. Actually, I am teaching on spirit, soul and body. ഞാൻ ശരിക്കും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും പറ്റിയാണ്. നിങ്ങളൊരു ആത്മാവാണ്. You have a soul. നിങ്ങൾക്കൊരു പ്രാണനുണ്ട്. You are living in a body. നിങ്ങൾ ശരീരത്തിലാണ് വസിക്കുന്നത്. When you say I am a spirit, എല്ലാവരും പറഞ്ഞിട്ട് ഞാനൊരു ആത്മാവാണ്, I have a soul. എനിക്കൊരു പ്രാണനുണ്ട്, I live in this body. ഞാൻ ഈ ദേഹത്ത് ജീവിക്കുന്നു. ആമേൻ. Forget this statement. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പറയാമോ? ഞാനൊരു ആത്മാവാണ്, ഞാൻ ഈ ശരീരത്തിൽ എനിക്കൊരു പ്രാണനുണ്ട്, ഞാൻ ഈ ശരീരത്തിൽ വസിക്കുന്നു. ഇത് എഴുതുക, ഈ നോട്ട് എഴുതുക. Listening on spirit man. അണ്ണന്റെ മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനിടയായി നിങ്ങൾ ആത്മമനുഷ്യൻ എന്നുള്ളത് Yes. ശരിയല്ലേ? It started. ഇന്നലെ നടക്കുവാനിടയായി. Listen that message. നിങ്ങൾ ആ മെസ്സേജ് കേൾക്കുമ്പോൾ Basically, you and I are a spirit people. അടിസ്ഥാനപരമായി നിങ്ങളും ഞാനും ആത്മമനുഷ്യരാണ്. Spirit. നമ്മൾക്ക് ആത്മാവുണ്ട്. And we have a soul. Soul means, I am going to explain you now. It's a mind, emotion and will. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാണനുണ്ട്. അതെന്ന് കഴിഞ്ഞാൽ മനസ്സ്, വികാരം, ഇച്ഛകൾ. We are living in this body. അത് മാത്രമല്ല, നമ്മൾ ഈ ശരീരത്താണ് വസിക്കുന്നത്. I explain you few minutes and I go to my main message of renewing your mind. ഞാൻ കുറച്ച് നേരം ഇതിനെപ്പറ്റി വിവരിക്കാം. അതിനുശേഷം ശരിയായ മെസ്സേജിലൂടെ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. God created Adam and Eve. ദൈവം ആദത്തിനെ ഹവ്വയും ഉണ്ടാക്കിയപ്പോൾ ആത്മാവും പ്രാണനും ദേഹമുള്ള വ്യക്തികളായിട്ടാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2:7. ദൈവം ഈ മനുഷ്യനെ ഈ ഭൂമിയിലെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി. അവനൊരു ഒരു പാവയുണ്ടാക്കി. എന്നിട്ട് മൂക്കിൽ ശ്വാസം മുട്ടി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെതാണ്. പക്ഷെ ദൈവം ആദത്തിൽ ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് എന്തോ ഒന്ന് ഈ ശരീരത്തിലേക്ക് വന്നു. എന്താണത്? അത് ആത്മാവാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പറഞ്ഞാട്ടെ, എൻ്റെ ആത്മാവ് സ്വർഗീയമായ മെറ്റീരിയലാണ്. ഈ ശരീരം
ഇത് ലോകപരമായ മെറ്റീരിയലാണ്. Hallelujah. ഹല്ലേലൂയ. That's why your spirit, you are so special. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകത ഉള്ളവരായിരിക്കുന്നത്. God is seeking you. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നത്. Body is earthly. ശരീരം ഈ ലോകത്തിൻ്റെതാണ്, Spirit is heavenly. പക്ഷെ നിങ്ങളുടെ ആത്മാവ് സ്വർഗീയമാണ്. ഹല്ലേലൂയ. Understand? നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക. Know who you are 100%. You live a different life. നിങ്ങൾ ആരാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ 100% അങ്ങനെ ജീവിക്കും. People live as if they are going to live in this world forever. ചില ആൾക്കാരാണെങ്കിൽ ലോകത്തിൽ എന്നേക്കും ജീവിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ ജീവിച്ചു കൂട്ടുന്നത്. Everything has an age. എല്ലാത്തിനും ഒരു വയസ്സുണ്ട്. Actually, this body has a date of expiry. ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. Yes or no? ശരിയല്ലേ? But your spirit, പക്ഷേ നിങ്ങളുടെ ആത്മാവിനോ, do your spirit have a date of expiry? നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് വല്ലതുമുണ്ടോ? Yes, your spirit is going to live. എത്ര വർഷമായിട്ട് ആത്മാവ് നിങ്ങൾ ജീവിക്കും? What is eternity? എന്താണ് നിത്യത? Tell me numbers. അതിൻ്റെ സംഖ്യ എന്ന് പറയുമ്പോൾ നിത്യതയുടെ സംഖ്യ 1 lakh crore. 1 lakh year? 1,00,000 വർഷമാണോ? No. 10 lakh years? 10,00,000 വർഷമാണോ? 100 crore years? 100 കോടി വർഷമാണോ? 10,000 crore years? 10,000 കോടി വർഷമാണോ? പറഞ്ഞാട്ടെ. It's going, no? 10 lakh crore പോയിക്കൊണ്ടിരിക്കും. to the power of 10 lakh crore. 10,00,000 കോടിയുടെ 10,00,000 കോടി ഇരട്ടി, അതിനേക്കാൾ വലുത്. പറഞ്ഞാട്ടെ. വാവ്. പറഞ്ഞാട്ടെ. നിങ്ങളുടെ ആത്മാവ് എന്നേക്കും 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 ജീവിക്കുന്നതാണ്. For that, അതിനായി one Bible, അതിനാണ് ഒരേ ഒരു ബൈബിൾ മതി. not reading it. പക്ഷെ നിങ്ങളത് വായിക്കുന്നില്ല. You fool. നിങ്ങൾ You sin. വിഡ്ഢികളാണ്. നിങ്ങളല്ല, ഞാൻ. For your earthly life, നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം how many books? അപ്പാ എന്തെല്ലാം പുസ്തകങ്ങളാണ് പഠിക്കേണ്ടത്. My daughters are reading all the big books. എൻ്റെ മക്കളാണെങ്കിൽ വലിയ വലിയ പുസ്തകങ്ങളാണ് പഠിച്ചു തീർക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ Books are changed. എല്ലാ വർഷവും പുസ്തകങ്ങൾ മാറി മറിയുന്നു. Telling the daughter, hey, don't go to service. Read. Need exam. മാതാപിതാക്കൾ പറയുന്നത് ഞായറാഴ്ച പോകണ്ട, നീറ്റ് എക്സാം എഴുത്, Need exam. നീറ്റ് എക്സാമിനിട്ട് പോവുക, For 1 month school. 1 മാസം സ്കൂളിൽ പോകണ്ട. As if this NEET and MBBS is going to be forever. MBBS എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് അവർ കരുതുന്നത്. Hello. ഹലോ. How you are earthly bound. എത്ര അധികം പെട്ട് നിങ്ങൾ ഈ ലോകത്ത് കെട്ടപ്പെട്ടവരായിരിക്കുന്നു. Forever. നിങ്ങളുടെ ആത്മാവ് എന്നേക്കും ജീവിക്കുമോ? അതെ, ജീവിക്കും. This school is for your spirit. ശരിക്കും ഈ സ്കൂൾ നിങ്ങളുടെ ആത്മാവിനുള്ളതാണ്. 30 days you came. 30 ദിവസത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ ഭൂമിയിലെ Degree, that post-graduation. പഠിത്തത്തിന് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ റിസർച്ച് ഒന്നും പറയണ്ട. പലരും ഈ പഠിത്തം നിർത്തിയിട്ട് പോലും ഇല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയോടുകൂടെ. Pity, even the pastors, they are telling the children, hey, study. എനിക്ക് പാസ്റ്റേഴ്സിനോട് സഹതാപം തോന്നാറുണ്ട്. അവർ പറയുന്നത് പഠിക്കെന്നാണ്. Sending the children abroad. പലരും വിദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. 66 books for your spirit man, but we are not focusing on that. 66 പുസ്തകത്തിലേക്ക് വേണ്ടത് നമ്മളത് കോൺസെൻട്രേറ്റ് പോലും ചെയ്യുന്നില്ല. Everybody says, my ഓക്കെ, പറഞ്ഞാട്ടെ. ആത്മാവ്, spirit. എൻ്റെ ആത്മാവാണ്. God created Adam and Eve. ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ Created man to live by the spirit. ദൈവം ആത്മാവിൽ ജീവിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. If you eat this fruit, you die. ദൈവം പറഞ്ഞത് ഈ ഫലം കഴിച്ചു കഴിഞ്ഞാൽ നീ മരിക്കും. നീ കഴിച്ചില്ലെങ്കിലോ? You will not die. നീ മരിക്കുകയില്ല, You will live. നീ ജീവിക്കും. Death is not God's plan. അതുകൊണ്ട് മരണം ദൈവത്തിൻ്റെ പദ്ധതിയല്ല. God wants man to live forever. ദൈവത്തിന് മനുഷ്യൻ എന്നേക്കും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ആ കഥ അറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. Heard the devil's voice. ഹവ്വ പിശാചിന്റെ വാക്കുകൾ കേട്ടു. Serpent came സർപ്പം വന്നു. and the serpent spoke. സർപ്പം സംസാരിച്ചു. The first attack of the devil. പിശാചിന്റെ ആദ്യത്തെ അറ്റാക്ക് എന്താണ്? I thought the devil will attack ഞാൻ വിചാരിച്ചു choking the neck in the night. ഞാൻ വിചാരിച്ചത് പിശാച് വന്നിട്ട് കഴുത്തിൽ കയറി പിടിച്ച് ശ്വാസം മുട്ടിക്കുമെന്നായിരുന്നു. The devil will come with a black horn and black dress. ഞാൻ വിചാരിച്ചത് പിശാച് വന്നിട്ട് ഒരു കറുത്ത ഡ്രസ്സിൽ വരുമെന്നാണ്. And I always have a different picture. Everybody is a devil attacking me,
I always think devil will come and choke our neck. ഞാൻ വിചാരിച്ചത് പിശാച് എന്നെ ആക്രമിച്ചെന്ന് പറയുമ്പോൾ പിശാച് വന്ന് കഴുത്തിന് പിടിക്കുമെന്നാണ്. പക്ഷെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പിശാചിന്റെ ആദ്യത്തെ ആക്രമണം എന്ന് പറയുന്നത് എന്താണ്? സർപ്പം സംസാരിച്ചു. സർപ്പം വന്ന് കടിക്കുകയല്ല ചെയ്തത്. സർപ്പം വന്ന് നിങ്ങളെ കടിക്കുകയല്ല ചെയ്തത്. പറഞ്ഞാട്ടെ, സർപ്പം സംസാരിച്ചു, ഹവ്വ കേട്ടു, കഴിഞ്ഞു. അടുത്തിനോട് പറഞ്ഞാട്ടെ, ഹലോ ഹലോ ഹവ്വായേ, സർപ്പം സംസാരിച്ചു, ഹവ്വ കേട്ടു, കഴിഞ്ഞു. വളരെ ശ്രദ്ധയോടിരിക്കുക. എങ്ങനെയാണ് പിശാച് നിങ്ങളെ ആക്രമിക്കുന്നത്? When the time you listen devil's voice, you hear and believe, already you are attacked, you are finished. നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും പിശാചിൽ നിന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണ് പിശാചിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെന്ത് ചെയ്യുന്നു? തകർക്കപ്പെടുവാനിടയാകുന്നു. അല്ലാതെ വേറെ പ്രശ്നമല്ല ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മനുഷ്യനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് പോകേണ്ടത്. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുൻപ് ഏദൻ തോട്ടത്തിൽ എത്ര ശബ്ദമുണ്ടായിരുന്നു അവിടെ? 3 ശബ്ദങ്ങൾ. വളരെ നല്ലത്. ഓക്കെ, ആരുടെ ശബ്ദങ്ങളായിരുന്നു? സാത്താൻ വീഴുന്നതിന് മുൻപ്. ഓക്കെ, എൻ്റെ പോയിന്റ് മനസ്സിലായില്ല. എത്ര ശബ്ദം ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് ശബ്ദങ്ങൾ? ആദം, ഹവ്വയുടെ, ദൈവത്തിൻ്റെ. വളരെ നല്ലത്. ഓക്കെ, വളരെ നന്നായിട്ട് ബൈബിൾ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു ബാച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല ബൈബിൾ എത്താന്നിട്ട് അറിയുന്നത്. 3 ശബ്ദങ്ങൾ. ആ 3 ശബ്ദം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 4ാമത്തെ ശബ്ദം വന്നു. അതും വളരെ പ്രശ്നമുള്ളൊരു ശബ്ദമല്ല. ദൈവം അത് ചെയ്തോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെറുപ്പക്കാരികളെ, ആദ്യം ദൈവത്തെ പറ്റിയാണ് ആദ്യം എല്ലാ സംഭാഷണങ്ങളും തുടങ്ങുക. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവസാനിക്കുക. ആത്മീക സംസാരങ്ങൾ നോക്കുക. കല്യാണം കഴിക്കാത്തവർ മാത്രമല്ല, കല്യാണം കഴിച്ചവരെ എല്ലാ ബന്ധങ്ങളും വളരെ നല്ല സംഭാഷണം വരുന്നത്. അയ്യോ സിസ്റ്റർ, നിന്റെ വർഷിപ്പ് വളരെ നല്ല വർഷിപ്പാണ് സിസ്റ്റർ. ചില ആൾക്കാർക്ക് മനസ്സിലായില്ല. ചില ആൾക്കാർക്ക് വളരെ വളരെ മിടുക്കികളാണ് മനസ്സിലാക്കാൻ. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സംഭാഷണങ്ങൾ, ഏത് സംഭാഷണങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കാൻ കഴിയുന്നതല്ല. നോക്കുക, പിശാചിന്റെ ആദ്യം സംസാരിച്ചു. എന്തുകൊണ്ടാണ് മൊബൈൽ ലോക്ക് ചെയ്തിരുന്നത്? ചില ആൾക്കാരുടെ സെക്യൂരിറ്റി മൊബൈലിൽ ഇരിക്കുന്നത് ആർക്കും ഓപ്പൺ ചെയ്തിരുന്നില്ല. ഇനി ഐഫോൺ കമ്പനിക്ക് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയത്തില്ല. എന്ത് സംഭാഷണമാണെങ്കിലും അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തൊടുന്നു. പക്ഷെ ദൈവം സംസാരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്നത്. പക്ഷെ പിശാച് സംസാരിക്കുമ്പോഴോ അവൻ നിങ്ങളുടെ ജഡത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അങ്ങനെ പിശാച് പറഞ്ഞു, നിങ്ങൾ ഈ ഫലം കഴിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. എന്താണ് പിശാച് ചെയ്തത്?
പിശാച് ഹവ്വയുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടാക്കി, ഞാനിത് കഴിക്കണം, ഇത് കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാക്കി. Find out God's voice and devil's voice. അണ്ണ എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദവും പിശാചിന്റെ ശബ്ദവും മനസ്സിലാക്കുന്നത്? See something. നിങ്ങൾ എന്തോന്ന് കണ്ടു, Flesh is induced. അതിനുശേഷം നിങ്ങളുടെ ശരീരം പറയുകയാണ്, അയ്യോ I want to do it. എനിക്കത് കഴിക്കണം, I want to do it. എനിക്കത് ചെയ്യണം, I want to speak to that person. എനിക്ക് ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കണം, Again and again. പിന്നെയും സംസാരിക്കണം. Your flesh is rising up. നിങ്ങളുടെ ശരീരം എഴുന്നേൽക്കുന്നു. മനസ്സിലായോ? Devil is in that conversation. പിശാച് ആ ശബ്ദത്തിലുണ്ട്. After the devil spoke, പിശാച് സംസാരിച്ച ശേഷം every day Eve saw that fruit. എല്ലാ ദിവസവും അവനത് No problem. പറഞ്ഞുകൊണ്ടിരുന്നു. She saw the fruit and went. എല്ലാ ദിവസവും ഹവ അത് കാണുമായിരുന്നു. പക്ഷേ പിശാച് സംസാരിച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വചനം, പിശാച് സംസാരിച്ചതിന് ശേഷം എന്താണ് സ്ത്രീ കണ്ടത്? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. The devil will appeal to your senses, means your flesh, your desire, emotion. And I know some girls will never see any boy. Every day they are in the class, they don't see any boys. ശ്രദ്ധിച്ചാട്ടെ, ചില പെൺകുട്ടികൾ ആൺകുട്ടികളെ നോക്കാറില്ല. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്നു പോകുന്നു. എന്തിനാണ് ഇപ്പൊ നമ്മളിലേക്ക് ലജ്ജ വരുന്നത്? പക്ഷെ ആരെങ്കിലും ആ പെൺകുട്ടി പറയണേ, ആൺകുട്ടി നിന്നെ തന്നെയാണ് നോക്കുന്നത്. അതിനുശേഷം എല്ലാം കഴിഞ്ഞു. ഓ, അപ്പോഴാണ് പറയുന്നത്, ഓക്കേ എന്നെ നോക്കുന്നുണ്ട്. ഹവ എല്ലാ ദിവസവും അവളെ ഫലം കണ്ടു. പക്ഷേ പിശാച് പറഞ്ഞു, പിശാചിന്റെ ശബ്ദത്താൽ, ആ പിശാചിന്റെ ശബ്ദത്താൽ അവൾക്കൊരു ആഗ്രഹമുണ്ടായി. ദൈവം പറഞ്ഞു തൊടരുത്, കഴിക്കരുത്. പക്ഷെ പിശാച് പറഞ്ഞു തൊടുക, കഴിക്കുക. ഇപ്പോൾ അവളുടെ മനസ്സ് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് മനസ്സ് മാറുന്നത്? വചനത്താൽ, നിങ്ങൾ കാണുന്ന വചനത്താൽ. മൊബൈൽ ഫോൺ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങളുടെ അവിശ്വാസികളുടെ ജനങ്ങൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ കാണാം. നിങ്ങളെന്താണ് കാണുന്നത്, നിങ്ങളെന്താണ് കേൾക്കുന്നത്? അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നു, ദൈവത്തിനെതിരെ പോലും മാറ്റുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, നിങ്ങൾക്കറിയാൻ തെറ്റാണെന്നുള്ളത്, നിങ്ങൾക്കറിയുന്നത് ചെയ്യണമെന്നുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാറിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് മാറുന്നു പിശാചിന്റെ ശബ്ദം കേട്ടതിലൂടെ. പക്ഷെ നിങ്ങൾക്കറിയത് പിശാചിന്റെ ശബ്ദമാണെന്ന് അറിയില്ല. നിങ്ങളുടെ കൂട്ടുകാരി പെട്ടെന്ന് എന്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ മൊബൈൽ ഫോണിൽ നോക്കി, നിങ്ങൾ ചില സിനിമകൾ കണ്ടു. എനിക്കിപ്പോൾ നിങ്ങളെന്താണ് കണ്ടെന്നുള്ളത്? അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റി. ഹലോ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഇത് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം അത് സാധാരണമല്ല. നിങ്ങൾ കേട്ടത് എന്തൊക്കെയാണോ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്ത് സംഭവിച്ചു? ആ സ്ത്രീ കണ്ടു, ആ ഫലം നല്ലതാണ്. അതുപോലെ ഈ സ്ത്രീ ആ ഫലം കണ്ട് കൊള്ളാം എന്ന് പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ഒരു പെൺകുട്ടി വിചാരിക്കുകയാണ് ഈ ആൺകുട്ടി കൊള്ളാമല്ലോ. ഈ ബാച്ച് നല്ല ബാച്ചാണ്. ഞാൻ മറ്റുള്ളവരെ പറ്റി, നിങ്ങളെ പറ്റിയല്ല, നിങ്ങൾ നല്ല ലെവലാണ് ജീവിക്കുന്നത്. വാവ്, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇത് മിസ് ചെയ്തു. എത്ര നല്ലതാണിത്. When you eat only, you will become wise, not because of God, because of this fruit. അത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടല്ല. പക്ഷെ
നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? created them. ദൈവം അവരെ സൃഷ്ടിച്ചു. God gave them Eden garden. ദൈവം അവർക്ക് ഏതൻ തോട്ടം കൊടുത്തു. Except this one tree, all the other trees she can eat. മറ്റുള്ള എല്ലാ മരത്തിനും നല്ലത് ഈ മരത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും. How many trees? എത്ര മരമുണ്ട്? Couple. ഓ- Adam and Eve, one couple. നോക്കുക, ഒരേ ഒരു ദമ്പതികൾ Whole world was created. മുഴു ലോകവും സൃഷ്ടിക്കപ്പെട്ടു. Can you imagine? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? How many fruits എത്ര ഫലങ്ങളുണ്ടായിരുന്നു? in the world? എത്ര ഫലങ്ങൾ ഈ ലോകത്തിലുണ്ട്? Fruit was in Eden garden. എല്ലാ ഫലങ്ങളും ഈ ലോകത്തിലുണ്ട്. Every fruit one day, and even their lifetime till today they could have not exhausted it. അവർ എല്ലാ ദിവസവും ഓരോരോ ഫലം കഴിച്ചാലും തീരത്തില്ലായിരുന്നു. What is another attack of the devil? ഇനി പിശാചിന്റെ മറ്റൊരു അറ്റാക്ക് തന്നെ പറയട്ടെ. God is restricting you. ദൈവം അവരെ The whole world is enjoying everything. ദൈവം അവരെ ഒന്നിനും തടസ്സപ്പെടുത്തിയില്ല. They are restricting me. ചില ആൾക്കാർ പറയാം, അയ്യോ എൻ്റെ മാതാപിതാക്കൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാവരും എന്തൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു, എന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്. പാസ്റ്ററിന്റെ മക്കൾ, I know you are always having this thought. എനിക്കറിയാം നിങ്ങൾക്ക് എപ്പോഴും ഈ ചിന്തയുണ്ട്. Everybody restricts me. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, തടയുന്നു. Wrong in doing that. എന്താണത് ചെയ്തുള്ള പ്രശ്നം? What is the problem in listening cinema music? എന്താണ് സിനിമ പാട്ട് കേട്ട പ്രശ്നം? What's the problem in going to movie? മൂവിക്ക് പോയാൽ എന്താണ് പ്രശ്നം? ഓ, You will be filled with the Holy Spirit. നിങ്ങൾ പരിശുദ്ധ നിറയപ്പെടും ആ സിനിമ കണ്ടുകൊണ്ട്. 3 hours, 3 മണിക്കൂറിന് ശേഷം you will come upon you. അഭിഷേകം നിങ്ങളുടെ മേൽ വരും. You will prophesy. എന്നിട്ട് നിങ്ങൾ പ്രവചിക്കും. Turn to another man. എന്നിട്ട് മറ്റൊരു മനുഷ്യനായി തീരും, ആൾ മാറി തീരും. 100%. Definitely will come upon ആ അഭിഷേകം ശരിക്കും വരും. you. The Holy Ghost anointing. പരിശുദ്ധാത്മാവിൻ്റെതല്ല, Evil spirit anointing. ദുഷ്ടാത്മാവിന്റെ You will അഭിഷേകം. become a different woman. എന്നിട്ട് നിങ്ങൾ വ്യത്യസ്തമായ ഒരു സ്ത്രീയെ തീരും. ഇതിനാണ് മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് So nicely to you. നിങ്ങളോട് വളരെയധികം നന്നായിട്ട് സംസാരിക്കും. No problem. കഴിച്ചോ, പ്രശ്നമില്ലെന്നേ. Your friend will say, don't be so conservative. ഫ്രണ്ട് പറയുമോ, നീ ഇങ്ങനെ അടങ്ങി കൂടിയിരിക്കരുത്. Going with the boys, what is the problem? ആൺകുട്ടികളോട് കൂടെ കമ്പനി അടിച്ചാൽ എന്താ പ്രശ്നം? Talking, what is the ഈ problem? തൊട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? ഇപ്പോ Conservative. കൂടുതൽ നീ ഒതുങ്ങിക്കൂടിയിരിക്കരുത്. Old people that ഇതെല്ലാം പണ്ടത്തെ അമ്മൂമ്മമാരുടെ പ്രശ്നമാണ്. 100% demon, ഞാൻ പറയട്ടെ, 100% പിശാചാണ്. 100% devil. അത് 100% പിശാചാണ്. Devil will tell you, you are too much restricted. പിശാച് പറയും, നീ വളരെയധികം ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. Every restriction from God is not, it's not bad, it's a blessing for your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഒതുക്കപ്പെടലും അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. Already Eve is like God or not? God created them in His own image, in His own likeness. അവന്റെ സ്വരൂപത്തിലാണ് ദൈവം നിങ്ങളെ പണിതിരിക്കുന്നത്. Lie. പക്ഷേ പിശാച് കള്ളത്തരം പറഞ്ഞു. അവൾ കഴിച്ചു. She ate അവൾ കഴിക്കുന്നത് വരെ the spiritual realm, അവൾ ആത്മീക മണ്ഡലത്തിലായിരുന്നു. in the spirit, ആത്മാവ് നടക്കുകയായിരുന്നു. listening God's voice in the spirit. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. They were naked. ശരിക്കും പറഞ്ഞൊരു നഗ്നരായിരുന്നു. അവർക്ക് ഇതുപോലത്തെ ഡ്രസ്സില്ലായിരുന്നു. Filled them. പക്ഷേ ദൈവ തേജസ് അവരെ വസ്ത്രമായി ഉടുപ്പിച്ചിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു ചിന്തയിലായിരുന്നു. അവർ വേറൊരു മണ്ഡലത്തിലായിരുന്നു. They ate the fruit. പക്ഷേ അവർ ആ ഭക്ഷണം കഴിച്ചപ്പോൾ, ആ പഴം കഴിച്ചപ്പോൾ അവർ ആത്മാ മരിച്ചു. Spirit realm to soul realm. അവർ ആത്മാമണ്ഡലത്തിൽ നിന്നും ജഡത്തിന്റെ മണ്ഡലത്തിലേക്ക് വന്നു. ജഡമണ്ഡലത്തിലേക്ക് വന്നു. God's voice cut out. ദൈവത്തിന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അവർക്കറിയത്തില്ല എന്ത് ചെയ്യണം. അയ്യോ, ഞാൻ നഗ്നരാണ്, നഗ്നരാണ്. അവർ തന്നെത്താൻ മറയ്ക്കാനിടയായി. ഇപ്പോൾ What happened? എന്ത് സംഭവിച്ചെന്നാൽ, Fall happened in humanity. ഓ, വലിയൊരു വീഴ്ച മനുഷ്യരാശിക്ക് സംഭവിച്ചു. Connection with God and man got cut. ദൈവങ്ങളുടെ ബന്ധം അവർ നഷ്ടപ്പെടാനിടയായി. This connection happened. മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അവർക്ക് സമ്പർക്കം നഷ്ടപ്പെട്ടു. Man supposed to have fellowship all the time. ദൈവത്തിലെ മനുഷ്യനും ഒരു നല്ല ബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. It's the plan of God. അതാണ് ദൈവത്തിന്റെ പദ്ധതി. They sinned. പക്ഷേ അവർ പാപം ചെയ്ത സമയത്ത് Communication cut off. ആ ബന്ധം, ആ കമ്മ്യൂണിക്കേഷൻ Communication cut. അറുക്കപ്പെട്ടു. ഒരു കമ്മ്യൂണിക്കേഷൻ അറുക്കപ്പെട്ടു.
മറ്റൊരു ബന്ധം അവിടെ ഒഴിവായി. BSNL SIM card taken off. BSNL സിം കാർഡ് പോയി. Which came? വേറെന്ത് വന്നു? ജിയോ വന്നു. You all know which SIM? നിങ്ങൾക്കറിയാം ഏത് സിമ്മാണെന്ന്. അതൊരു പ്രശ്നമാണ്. Jio SIM came. ജിയോ സിം വന്നു. SIM taken. ദൈവത്തിന്റെ സിം മാറി. Which SIM came? ഏത് സിം വന്നു? പിശാചിന്റെ സിം വന്നു. That's not a fallen man. അത് വീഴ്ചയുള്ള അങ്ങനെ Reached out. ദൈവത്തിന്റെ സ്വഭാവം മാറി. ആരുടെ സ്വഭാവം വന്നു? പിശാചിന്റെ സ്വഭാവം വന്നു. അതുകൊണ്ടാണ് Even of Adam and Eve ദൈവം വരെ ഏതൻ തോട്ടത്തിന് പുറത്താക്കിയത്. out of the garden. ആ തോട്ടത്തിന് അവർ വിട്ടു. Adam and Eve, ഇപ്പോൾ ആദം ഹവ്വയും they don't have a connection with God. അവർക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ Connected with God. അവർ ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. Connected with God. അവർ ദൈവമായിട്ട് കണക്റ്റഡായപ്പോൾ God's plan. അവർ ദൈവത്തിന്റെ പദ്ധതിയാണ് ചെയ്യുന്നത്. Every day, do this. ദൈവം പറഞ്ഞു എല്ലാ ദിവസവും ഇത് ചെയ്യുക. Every day, guided by God. എല്ലാ ദിവസവും ദൈവത്താൽ അവർ മുന്നോട്ട് പോകും. Driven out of Eden garden. പക്ഷെ ഇപ്പോൾ അവർ ഏതെങ്കിലും പുറത്തു പോയപ്പോൾ Dead. ആത്മ മരിക്കാനിടയായി. That is very important. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. Be led by your spirit. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. But what happened? പക്ഷെ എന്ത് സംഭവിച്ചെന്നാൽ മനുഷ്യന്റെ ആത്മ മരിച്ചു. Another two is alive. മറ്റ് വേറെ രണ്ട് കാര്യങ്ങൾ അവിടെ. എന്താണത്? മറ്റ് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നു. എന്താണത്? Take water, drink water, and കുറച്ച് വെള്ളം കുടിച്ചിട്ട് പറഞ്ഞാട്ടെ എന്താണ്? soul and പ്രാണനും ശരീരവും. what happened? എന്ത് സംഭവിച്ചെന്നാൽ Spirit is out. ആത്മാവ് പുറത്തായി. Soul and body only leading the man. ഇപ്പോൾ പ്രാണനും ആത്മാവും അല്ല ശരീരവുമാണ് ഭരിക്കുന്നത്. പ്രാണനിൽ മൂന്ന് കാര്യമുണ്ട്: മനസ്സ്, വികാരം, And will. ഇച്ഛ. That means mind means you know. മനസ്സെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, Day, morning to night you are thinking every day. എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി ചിന്തിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥലമാണ് മനസ്സ്. You know your language. അവിടെയാണ് നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങളുടെ മനസ്സിലാണുള്ളത്. Spirit is same. എല്ലാവരുടെയും ആത്മാവ് ഒന്നാണ്, പക്ഷെ മനസ്സ് വ്യത്യസ്തമാണ്. അതാണ് നമ്മളുടെ അവസ്ഥ. ചില ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ചു, ചിലർ കണക്ക് പഠിച്ചു, ചിലർ എഞ്ചിനീയറിംഗ് പഠിച്ചു. Up and down reason is our mind. അതാണ് നമ്മുടെ ഉയർച്ച താഴ്ച തീരുമാനിക്കുന്നത്. വികാരങ്ങൾ: Joy, love, സന്തോഷം, സ്നേഹം, സമാധാനം, കയ്പുള്ള വികാരങ്ങൾ, ചിലപ്പോൾ ദുഃഖം. emotion is part of the soul. ഈ വികാരങ്ങൾ നിങ്ങളുടെ പ്രാണന്റെ ഭാഗമാണ്. His will, അടുത്തത് ഇച്ഛ. decision making. ഇച്ഛ എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്ന ഭാഗമാണ്. നിങ്ങൾ എല്ലാ ദിവസവും തീരുമാനമെടുക്കുന്നു, ശരിയല്ലേ? From the time you get up, നിങ്ങൾ എഴുന്നേൽക്കുന്നിടം വരെ, go to bed, നിങ്ങൾ കട്ടിൽ പോകുന്നിടം വരെ നിങ്ങൾ തീരുമാനമെടുക്കുന്നു. ഏത് ഡ്രസ്സ് ഇടണം, to have bath or not. But of course, girls will have bath. അതെ, എല്ലാ ദിവസവും സ്ത്രീകൾ കുളിക്കും, പെൺകുട്ടികൾ കുളിക്കും. പക്ഷെ ബോയ്സ് ആണെങ്കിൽ എനിക്കറിയത്തില്ല To eat or not. കുടിച്ചോ ഇല്ലയോ, എല്ലാ തീരുമാനങ്ങളും. That decision making, if it is in the hand of God, you are a successful girl. എത്ര തീരുമാനങ്ങളാണല്ലേ? പക്ഷെ ആ തീരുമാനം ദൈവത്തിന്റെ കരങ്ങളാണ്, നിങ്ങൾ വിജയകരിയായിരിക്കും. The devil, പക്ഷെ പിശാചിന്റെ കരങ്ങളാണെങ്കിലോ, devil influences your decision making. നിങ്ങൾ തീരുമാനമെടുക്കുന്ന ശക്തിയെ പിശാച് സ്വാധീനിച്ചാൽ Do blunders in your life. നിങ്ങൾ മണ്ടത്തരങ്ങൾ ജീവിതത്തിലെടുക്കും. This 1 month, ഈ ഒരു മാസം tell the Holy Spirit. പരിശുദ്ധ പറഞ്ഞാട്ടെ, Holy Spirit, let your will be done. പരിശുദ്ധാത്മാവ് നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എത്ര പേർ അങ്ങനെ പറയും? കരമുയർത്തി പറഞ്ഞാട്ടെ, ദൈവമേ അങ്ങയുടെ ഹിതം, Your desire അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. വളരെ നല്ലത്. ശരീരം, the body is a neutral. ശരീരം നിങ്ങൾക്കറിയാമല്ലോ, അത് ന്യൂട്രലാണ്. ശരീരത്തിന് ഒരു തരത്തിലുമുള്ള ചിന്തയില്ല. Spirit it will do that. ആത്മാവിൽ നയിക്കപ്പെടുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യും. Emotion say, do it also it will do it. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മ പറയുകയാണ് അത് ചെയ്യാതെ പറഞ്ഞാൽ ശരീരം ചെയ്യും. Body craves for something. നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആരായിരിക്കണം അതിൻ്റെ മാസ്റ്റർ?
Who should be the master? ആരായിരിക്കണം അതിന്റെ യജമാനൻ? Open your mouth. വാതൊന്ന് പറഞ്ഞാട്ടെ. ആത്മാവ്. യജമാനൻ ആരാണ്? ആരാണ് യജമാനൻ? ആത്മാവ്. പറഞ്ഞാട്ടെ, ആത്മാവ്. I am the master. ഞാനാണ് യജമാനൻ. I say I am Alex. പറഞ്ഞാട്ടെ. Means spirit. ഞാൻ അലക്സ് എന്ന് പറഞ്ഞാൽ Spirit. ഞാൻ ആത്മാവാണ്. എൻ്റെ കൈയല്ല ആത്മാവ്. Not Alex. ഈ കൈയല്ല അലക്സ് അണ്ണൻ. This leg is not Alex. ഈ കാലല്ല അലക്സ് അണ്ണൻ. The spirit living in this body. അലക്സ് അണ്ണൻ എന്ന് പറയുന്നത് ഈ ആത്മാവാണ്. നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ You are going to learn in a different way. ഈ ഒരു മാസം ഈ സ്കൂളിൽ നിങ്ങൾ വ്യത്യസ്തമായി നിങ്ങൾ കാണാൻ പോവുകയാണ്. ആമേൻ. ഈ സ്വപ്നം ഉറക്കം വരുമ്പോൾ Body. നിങ്ങളുടെ ശരീരത്തെ നുള്ളുക. എഴുന്നേക്കെന്ന് പറയുക. I am the master. ഞാനാണ് യജമാനൻ. Morning tongue talking. രാവിലെ അന്യഭാഷാ സമയത്ത് Volunteers comes and wake you up. വോളണ്ടിയേഴ്സ് വന്ന് നിങ്ങളെ ഉണർത്തുമ്പോൾ ചില ആൾക്കാർക്ക് എപ്പോഴും ദേഷ്യം വരും. എന്താണിത് ചെയ്യുന്നതോ? Because our ladies will come. Ta, 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 ta. കാരണം ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് വന്ന് ടക്ക് 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 എന്ന് മുട്ടുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാകും. ശരിയാണ് ബ്രദർ, പക്ഷെ അവരെന്താണ് വന്ന് പൊളൈറ്റായിട്ട് വാതിൽ തട്ടിക്കൂടെ? Your sleep is disturbed. എന്തുകൊണ്ടാണ്? ഉറക്കം നഷ്ടപ്പെടുന്നുള്ള സങ്കടം കൊണ്ടാണോ? ഷന്ധര വരവരവ. Flesh of this body. നോക്കുക, ഈ ശരീരം Very good servant. അത് വളരെ നല്ലൊരു സേവകനാണ്, പക്ഷേ മോശമായ യജമാനനുമാണ്. Body to rule over you. നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ഭരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, I am a spirit. നിങ്ങളൊരു ആത്മാവാണ്. ഓക്കെ. എഫേസ്യർ 2 2 and 3. 1, 2, 3 വചനങ്ങൾ. I want 3 girls to come. 3 സ്ത്രീകൾ പെൺകുട്ടിയുടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. See your faces. I want to go back to the basics again. നിങ്ങളുടെ മനസ്സിൽ രൂപാന്തരപ്പെടുന്ന വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പഴയ വിഷയത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, 3 പെൺകുട്ടികൾ വരിക. Stand in order, right? Yeah. ഓർഡറായിട്ട് നിൽക്കുക. Spirit, soul, ഇത് സ്പിരിറ്റ്, ആത്മാവ്, പ്രാണൻ, ദേഹം. So when Adam and Eve committed sin, what happened? Spirit dead. Sit down. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മ മരിച്ചു. Speaking to the spirit. അതിനു മുമ്പ് ദൈവം ആത്മനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. With them. എല്ലാ ദിവസവും ദൈവം അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. Spirit is guiding the soul and body. അപ്പോ ആത്മാവ് പ്രാണനെ ശരീരത്തിനെയും നിയന്ത്രിച്ചു. അവർ വീഴുന്നതിന് മുമ്പ്. Ate the fruit. പക്ഷെ അവർ ആ ഫലം കഴിച്ചതിന് ശേഷം Dead. ആത്മ മരിച്ചു. Connection between God and man. ദൈവമായിട്ടും മനുഷ്യനുമായിട്ടും ഒരു ബന്ധവുമില്ല. What happened? എന്ത് സംഭവിച്ചു? Soul is alive. ഇപ്പോൾ പ്രാണൻ ജീവനോടെ ഉണ്ട്, ശരീരം ജീവനോടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്റ്റീവായിരിക്കുന്നു. മനസ്സ്, ഇച്ഛ, ചിന്ത, ശരീരം. Whatever mind says, do it. എന്തൊക്കെ മനസ്സ് പറയുന്നു ഉടനെ അത് ശരീരം ചെയ്യും. 1, 2, 3. എഫേസ്യർ 1-2, 3 All of you will understand this verse very clearly now. നിങ്ങൾക്കിപ്പോൾ അത് ശരിക്കും മനസ്സിലാകും. എഫേസ്യർ 2-1, 2, 3. For your salvation on ഇതാണ് നിങ്ങളുടെ, when you got saved is here. Yeah. ഇത് നിങ്ങളുടെ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിക്രമങ്ങളെല്ലാം പാപങ്ങളെല്ലാം മനുഷ്യവരായിരുന്നു, നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശ അധികാരത്തിന് അനുസരിക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു ജഡത്തിൻ്റെ മനോവികാരങ്ങൾക്കും ഇഷ്ടമത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? Dead in trespasses and sins. Now, dead in sin. Spirit is dead. നിങ്ങളുടെ ആത്മാവ് പാപത്താൽ അതിക്രമത്താലും മരിച്ചുവരുന്ന ദൈവമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോൾ This man was led by only soul and body. ഈ മനുഷ്യൻ പ്രാണനാലും ശരീരത്തിലും മാത്രം നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. We are all like that before. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമ്മളെല്ലാവരും അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്നു. യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് Led only by these two. നമ്മൾ ഈ 2 പേരെ മാത്രം നയിക്കപ്പെട്ടവരാണ്, Not God. ദൈവത്താലല്ല. Whether we desire, we did that. എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു. ശരിയല്ലേ? That is
then the spirit works in the sons of disobedience. ആത്മാവുണ്ടെങ്കിലും നിങ്ങൾ When there is no connection between man and God, മനുഷ്യനുമായിട്ട് ഒരു കണക്ഷനും ആത്മാവില്ല. whatever they want, അപ്പോൾ ഈ ശരീരവും പ്രാണനും എന്നെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. അവർ ഒറ്റയ്ക്കല്ല, spirit is working in them. അവരുടെ കൂടെ വേറൊരു ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ്? Works in the sons of disobedience, that the evil spirit. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അതായത് പിശാചിന്റെ ആത്മാവ്. The person is not born again, accepting Christ, 100% they were influenced by demons. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ 100% അവന് പ്രവർത്തിക്കുന്ന ആത്മ ദുരാത്മാവിൻ്റെതാണ്. The third verse says, മൂന്നാമത്തെ വചനം പറയുന്നു, we all once conducted ourselves in the lust of our flesh. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്ന ജഡത്തിന്റെ മനോവികാരങ്ങൾക്കും ഇഷ്ടമത് ചെയ്തുകൊണ്ടും Lust and the flesh, desires of the mind. ജഡത്തിന്റെ മാത്രമല്ല മനസ്സിന്റെ ഇഷ്ടമനുസരിച്ച് നടന്നു. Today, ഇപ്പോൾ every unbeliever എല്ലാ അവിശ്വാസികളും only ഈ രണ്ടു പേരിലാണ് നയിക്കപ്പെടുന്നത്. they don't have what is spirit is. അവർക്കറിയത്തില്ല എന്താണ് ആത്മാവുള്ളതെന്ന്. They do whatever they desire. അവർക്കിഷ്ടമുള്ളതെല്ലാം അവർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പാപങ്ങൾ. അതുകൊണ്ടാണ് പോണോഗ്രാഫി, Lesbian sin. അതുകൊണ്ടാണ് ലെസ്ബിയൻ പാപമുണ്ടാകുന്നത്. സ്ത്രീയും ആണുമായിട്ടുള്ള ലൈംഗിക പാപങ്ങൾ കൂടുന്നത്. എന്തുകൊണ്ടെന്നാൽ ജഡത്തിന് വേറെന്തോന്നോ ആവശ്യമുണ്ട്. മനസ്സ് പറയുന്നത് ചെയ്തോളൂ, ജീവിതം ആസ്വദിക്കുക. പക്ഷേ എനിക്ക് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു സമയം വരും നിങ്ങൾ പറയും, യേശുവേ, നിങ്ങൾ സുവിശേഷം കേട്ടു, നിങ്ങൾ യേശുവിനെ പറ്റി കേട്ടു, നിങ്ങൾ പറഞ്ഞു യേശു എന്റെ ജീവിതത്തിൽ വരണമേ. എന്ത് സംഭവിച്ചു? യേശുവിന്റെ രക്തത്താൽ അവൻ നിങ്ങളെ ശുദ്ധീകരിച്ചു. യേശു കർത്താവിന്റെ രക്തം നിങ്ങളിൽ മേൽ വന്നു. യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് ജീവനോടിരിക്കുന്നു. ആമേൻ. അവൻ നിങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇപ്പോഴൊന്ന് സംഭവിച്ചു? വീഴുന്നതിന് മുൻപ് എന്താണ് ആദവിന് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ആദവും ഹവ്വയും ഉണ്ടായിരുന്നത്? അതുപോലെ നിങ്ങൾ പുതുക്കം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പുതുക്കം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം പുനരുജ്ജീവിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ആത്മാവോട് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ഇത് പരിപൂർണമായൊരു വ്യത്യസ്തമായ ജീവിതമാണ്. ആർക്കൊന്നും മനസ്സിലാക്കുകയില്ല. നിങ്ങളുടെ ഫ്രണ്ട് പറയും, എന്താണിത്, ഒരു മാസം ബൈബിൾ ബൈബിൾ ബൈബിൾ. നീ എന്താണ് എപ്പോഴും ചർച്ചയിൽ പോകുന്നത്? എൻ്റെ ഫാമിലി രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ പറയും, എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം അവർക്കറിയില്ല, അതൊരാത്മാവാണ്. ആത്മാവിന് മനസ്സിലായത് എന്താണ് സംഭവിക്കുന്നത്. സയൻസിന് ആത്മാവിനെ പറ്റി സംസാരിക്കാൻ കഴിയില്ല. ബൈബിളിന് മാത്രമേ ആത്മാവിനെ പറ്റി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊന്നിനും പറ്റി അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് സഭയിൽ പോകണം. നിങ്ങൾക്ക് ഏത് ക്രിസ്ത്യൻ മീറ്റിങ്ങിനും പോകാൻ ആഗ്രഹിച്ചു. നിങ്ങൾ എല്ലാ മീറ്റിങ്ങിനും പോകും. നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. നിങ്ങൾ പഴയ കാര്യത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയട്ടെ. നിങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തിനാണിത് ഇഷ്ടപ്പെടുന്നത്. കാരണം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ള ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ ബോണഗൻ അല്ലാതെ വരുമ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ജെൻസ് സ്കൂളിൽ ലേഡീസ് സ്കൂളിൽ ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ അവർക്ക് തോന്നും. കാരണം അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ള ആത്മാവാണ്. ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചോട്ടെ. ഈ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ പ്രാണന ശരീരം മാത്രമാണ് നിങ്ങളെ സ്നേഹിച്ചത്. ഇപ്പോൾ പിന്നെയും ബോസ് വന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ബോസ് നിങ്ങളെ നയിക്കും. സഭയിൽ പോകുന്നു.
prayer life, പ്രാർത്ഥന ജീവിതത്തിന് വരുന്നു, ബൈബിൾ റീഡിംഗ് എല്ലാം വരുന്നു. ആമേൻ. അത് മാത്രമല്ല, receive the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിലുണ്ട്. വാവ്, It's a victorious life. ഇതൊരു ജയകരമായ ജീവിതമാണ്. പക്ഷേ Focus on your spirit. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ That is the problem of Christian life. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രശ്നം. Born again, നിങ്ങൾ ബോണഗേനാണ്, Spirit is alive. നിങ്ങളുടെ ആത്മാവ് ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. Problem. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ Focusing on that. നിങ്ങളതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. What happened? എന്ത് സംഭവിച്ചെന്നാൽ Giving time for the word. നിങ്ങൾ വചനത്തിന് ശബ്ദം കൊടുക്കുന്നില്ല, നിങ്ങൾ വചനത്തിന്റെ ഫെലോഷിപ്പിന് കൊടുക്കുന്നില്ല, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നില്ല. അതിന് പകരം നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുകയാണ്. എപ്പോഴും നോക്കിയാലും എൻ്റർടൈൻമെൻറ്റ്, മൊബൈൽ ഫോണിൽ ദീർഘനേരം നോക്കിയിരിക്കുക, ഫ്രണ്ട്സ്, കൂട്ടുകാർ. And what happened? എന്ത് സംഭവിച്ചെന്നാൽ പതുക്കെ പതുക്കെ Who will pull you this side? ഈ രണ്ടുപേരും കൂടെ നിങ്ങളെ ഇങ്ങോട്ട് വലിക്കും. വന്നാട്ടെ. എന്ത് സംഭവിച്ചു? അണ്ണാ, എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഞാൻ വീണ അണ്ണാ. I fell into that sin. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ ഞാൻ ആ പാപത്തിൽ വീണു എന്നുള്ളത്. ഇത് പെട്ടെന്നല്ലമ്മാ. First a thought came. ആദ്യമ ശബ്ദം വന്നു, And you entertained it. അതിനെ നീ എന്റർടൈൻ ചെയ്തു. First started a conversation. ഒരു ചെറിയ സംഭാഷണം ആരംഭിച്ചു. അകത്ത് അയ്യോ ഇത് ശരിയല്ല, But your mind says no problem. ഇത് ശരിയല്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയും ഓക്കെ ഒരു ചെറിയൊരു സംഭാഷണമല്ലേ. നിങ്ങളതിനെ മറികടന്നു, പിന്നെ അതിനെ തുടർന്നു. You saw the നിങ്ങൾ ആ മൊബൈൽ കണ്ടു, one time I see and I will not see anymore. ഒരു തവണ കണ്ടു, ഇനി കാണുന്നില്ല. പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. Went on 2-3 months. അത് 2-3 മാസമായി. Suddenly something happened. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. It's not one day. അതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. എത്ര പേർക്ക് മനസ്സിലായി? Yes or no? ശരിയല്ലേ? So what happened? അപ്പോൾ എന്ത് സംഭവിച്ചു? A spiritual meeting. നിങ്ങളൊരു ആത്മീയമായ മീറ്റിങ്ങിന് വന്നു. And they're telling, anointing comes on അവർ you. പറഞ്ഞു, അഭിഷേകം നിങ്ങളിൽ വന്നു. Hey, come അവർ to പറയുന്നു, God. ഓ ദൈവത്തിലേക്ക് വരിക, അന്യഭാഷയെ പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. പെട്ടെന്ന് നിങ്ങളുടെ ആത്മാവ് ചാടി എഴുന്നേറ്റു. ഒരാഴ്ചയിൽ നിന്ന് പിന്നെയും ഹല്ലേലൂയ, സഭയിൽ പോകുന്നു, ബൈബിൾ വായിക്കുന്നു, എല്ലാം സംഭവിക്കുന്നു. After that, sometime അതിനുശേഷം ചില സമയം you forget. പിന്നെ നിങ്ങൾ മറന്നു. പിന്നെയും പ്രശ്നം, പിന്നെയും വേദനകൾ, പിന്നെയും പഴയ കാര്യങ്ങൾ വന്നു. Devil is so cunning. പിശാച് വളരെ തന്ത്രശാലിയാണ്. എപ്പോൾ ആക്രമിക്കണം? Come here. പിശാച് ഇവിടെ ഓടി വരത്തില്ല. Enjoy 1 month. പിശാച് പറയും, ഒരാഴ്ച എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം, വീട്ടിലോട്ട് വാ. But you will know that devil schemes and you will not fall പക്ഷേ again. നിങ്ങൾക്ക് പിശാചിന്റെ തന്ത്രം അറിയാം, നിങ്ങൾ അതിൽ വീഴുകയില്ല. ആമേൻ. Again problem. പിന്നെയും പ്രശ്നങ്ങൾ, Again crap goes here. പിന്നെയും ഗ്രാഫ് ഇവിടുന്ന് പോവുകയാണ്, പിന്നെയും അടുത്ത മീറ്റിംഗ്. ആത്മഗുണരുന്നു. ക്രിസ്ത്യ ജീവിതം Down. ഉയർച്ചയും താഴ്ചയുമാണ്. ചിലക്കാർ പറയും, കറക്റ്റ് അണ്ണ, എൻ്റെ ജീവിതമാണ് അണ്ണം പറയുന്നത്. Baraka. പക്ഷെ ബരാക്കയിൽ That will not be like this. നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുകയില്ല. നിങ്ങളുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കും, മഹത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആമേൻ. Teach you the secret. ഞങ്ങളിവിടെ നിങ്ങളെ Your own problem. രഹസ്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. Anybody. നിങ്ങൾക്ക് ആരുടെങ്കിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാമോ, In my mind, എൻ്റെ മനസ്സിൽ ആക്രമണം വന്നോ, എനിക്കറിയാമെന്ന് ചെയ്യണം. emotions are overcoming me. ഓ, എൻ്റെ വികാരങ്ങൾ എന്നെ നടത്തുന്നു. ഓക്കെ, നിങ്ങൾ ലീവ് എടുക്കുക, നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക, നിങ്ങൾ ബൈബിൾ എടുക്കുക, നിങ്ങൾ റൂമിൽ പോവുക. Morning to night. രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ ബൈബിൾ വായിച്ചു തീർക്കുക. വളരെ എളുപ്പമാണ്. Nobody need that. ആർക്കും ആരെയും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം അറിയാം, Fix your problem. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങോട്ട് പറയട്ടെ, In the salvation, നിങ്ങളുടെ സൽവേഷൻ സമയത്ത് സംഭവിച്ചതെന്തെന്നാൽ നിങ്ങളുടെ ആത്മാവ് ചാടി എഴുന്നേറ്റു. now പെട്ടെന്ന് ഇപ്പോൾ no more live by your mind,
No more live by emotion, no more live by your own will, not by guided by your body, but only by your spirit man. നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടോ നിങ്ങളുടെ ഇച്ഛ കൊണ്ടോ അല്ല നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മാവിനെ പറ്റിയാണ് അണ്ണൻ മെസ്സേജിലൂടെ സംസാരിക്കേണ്ടത്. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ആത്മാവാണ്. എന്ത് തരത്തിലുള്ള ആത്മാവാണ് നിങ്ങൾ? ആ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ആത്മാവ് അണ്ണൻ പറഞ്ഞത് വെളിപ്പാടിന്റെ ആത്മാവാണ്. ഇത് പുതുക്കപ്പെട്ട ആത്മാവാണ്, സമ്പന്നമായ ആത്മാവാണ്. ഇത് ആത്മാവാകുന്ന നദിയാകുന്ന ആത്മാവാണ്. ഈ ആത്മാവ് നിങ്ങൾ ആത്മമനുഷ്യരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജയം നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആമേൻ. ഇതിനു മുമ്പ് നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ നന്നായി ഒഴുകിക്കൊണ്ടിരിക്കും. അതിപ്പോൾ പതുക്കെയാണെങ്കിൽ പോലും മുന്നോട്ട് പോകും. നിങ്ങൾക്ക് മറ്റുള്ള എല്ലാവരും മനസ്സിലാക്കും ഈ വ്യക്തി പ്രത്യേകതയുള്ളതാണ്. എത്ര പേർക്ക് ആത്മമനുഷ്യരെ വളരാൻ ആഗ്രഹിക്കുന്നു? അതുകൊണ്ട് ഈ സ്കൂൾ നിങ്ങളുടെ ആത്മാവ് 100% രക്ഷിക്കപ്പെട്ടതാണ്. 100% ദൈവത്തെ പോലെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ. 100% യേശുവിനെ പോലെ തന്നെയാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, നിങ്ങളുടെ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17, എഹെസ്കേൽ 36, 21, 26, 27, 36, 26, 27. എന്നെ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളുടെ ആത്മാവ് പുതിയതാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സ് പുതിയതാണോ പഴയതാണ്? അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ട് നിങ്ങൾക്കൊരു പുതിയ ആത്മാവുണ്ട്, പക്ഷെ പഴയ മനസ്സാണ്. ശരിക്കും ആരാണ് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയത്? ദൈവം നിങ്ങളുടെ മനസ്സിനെ മാറ്റി. എഹെസ്കേൽ 36:26, ഒരു പുതിയ ആത്മാവിനെ നിങ്ങളുടെ ആത്മാവിലാക്കി വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ കല്ലിനെ എടുത്തു മാറ്റുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ മാംസമുള്ള ഹൃദയം നൽകിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, സാൽവേഷന് മുൻപ് എന്ത് തരത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത്? കല്ലുള്ള ഹൃദയം, കല്ലായ ഹൃദയം. പറഞ്ഞാട്ടെടുത്തിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കല്ലായിരുന്നു. ദൈവം ഒരു ആൻജിയോഗ്രാം ചെയ്യാനിടയായി. ഒരു ബ്ലോക്കായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഇത് 1 ബ്ലോക്കോ 2 ബ്ലോക്കോ അല്ല, എല്ലായിടത്തും ബ്ലോക്കുണ്ട്. എന്ത് ചെയ്യണം? ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഓപ്പറേഷൻ. ഇനി ഓപ്പറേഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. ഹൃദയം, കല്ലുള്ള ഹൃദയം എടുത്ത് മാറ്റിയിട്ട് പുതിയ ഹൃദയം വെക്കുക. എല്ലാവരും പറഞ്ഞിട്ട്, ഇപ്പോൾ എനിക്ക് മാംസമായ ഹൃദയമാണുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് എളുപ്പമായിട്ട് ഹൃദയം ചലിക്കാൻ കഴിയും. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 നിങ്ങൾ കാണാതെ പഠിക്കുക. ചില തിരുവെഴുത്തുകൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് ആവശ്യമാണ്. ബരാക്കിൽ വരുമ്പോൾ ചില ബരാക്ക തിരുവെഴുത്തുകൾ ഇവിടെ ഉണ്ട്. 2 ദിനവൃത്താന്തം 20, റോമർ 8 നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. നിങ്ങളത് പഠിക്കുന്നുണ്ടോ? ഇതുവരെയും ഇല്ല. ചില ആൾക്കാർ കണ്ണു മിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അത് ഓർക്കുന്നത്, മനഃപ്പാഠമാക്കുന്നത്? ഇന്ന് 2 വചനങ്ങൾ, അടുത്ത ദിവസം 4 വചനങ്ങൾ. നിങ്ങൾ
നിങ്ങൾ മൂന്നാമത്തെ വചനം പഠിക്കുന്നെങ്കിൽ So memorize 1, 2, 3, 4. Because if you memorize 10th verse, you will forget the first verse. നിങ്ങളിത് മൂന്നാം വചനമാണ് പഠിക്കുന്നെങ്കിൽ നിങ്ങൾ 1, 2 വചനങ്ങൾ പിന്നെയും ഓർക്കുക, പഠിക്കുക. പിന്നെ നിങ്ങൾ അടുത്ത 10ാമത്തെ വചനം പഠിക്കുമ്പോൾ 1 തൊട്ട് 9 വരെ നിങ്ങൾ വായിക്കുക. One day one scripture, okay, I will memorize. What will happen? All the previous verses you forget. ചില ആൾക്കാരാണെങ്കിൽ ഓരോ ദിവസം ഓരോന്ന് മാത്രം പഠിക്കും, പഴയതെല്ലാം മറന്നു കളയും, അപ്പോൾ അതെല്ലാം മറക്കും. Romans 8 must memorize. എല്ലാവരും റോമർ 8-ാം അധ്യായം കംപ്ലീറ്റ് ആയിട്ട് ഓർക്കണം. Christ is a new ഓക്കെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. finish everything. Oh, very fast. Old things are past. Behold. പഴയതെല്ലാം കഴിഞ്ഞു പോയി. Behold. നോക്കുക, അടുത്തോട് പറഞ്ഞിട്ട് നോക്കുക, നോക്കുക, ഇതാ സകലവും പുതുതായി തീർത്തിരിക്കുന്നു. പറഞ്ഞിട്ട് എനിക്കൊരു പുതിയ ആത്മാവാണുള്ളത്, എനിക്ക് പുതിയ സ്വഭാവമാണുള്ളത്. ഹല്ലേലൂയ, ഞാനൊരു പുതിയ വ്യക്തിയാണ്, ഞാൻ പുതിയ വ്യക്തിയാണ് ആയിരിക്കുന്നത്. ഇതാണ് സത്യം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മ മാറി, പക്ഷേ നിങ്ങളുടെ മനസ്സ് മാറിയില്ല. മനസ്സ് പഴയ മനസ്സാണുള്ളത്. എനിക്കൊരു പുതിയ ആത്മാവുണ്ട്, പക്ഷെ പഴയ മനസ്സാണുള്ളത്. നിങ്ങളുടെ പഴയ മനസ്സെന്ത് പറയും? ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. മനസ്സ് പറയും, ആണോ ശരിക്കും? നിങ്ങൾ പറയും, അല്ലല്ല, ഞാൻ പുതിയ സൃഷ്ടിയാണ്. നീ എന്താണ് ഫെബ്രുവരി ചെയ്തത് ഓർമ്മയുണ്ടോ? നീ സ്കൂളിൽ വരുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? ഇവിടെ വന്നതിന് ശേഷവും നീ എന്താണ് ചാറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. ഈ ശരീരം അത് രൂപാന്തരപ്പെടേണ്ട ആവശ്യമാണ്. ശരിക്കും മനസ്സ്, ശരിക്കും മനുഷ്യന് ആത്മാവ് പ്രാണൻ ദേഹമാണ്. നമ്മുടെ ആത്മാവിൽ യേശു കർത്താവ് വന്നപ്പോൾ ഉടനെ അതിൽ മാറ്റം സംഭവിച്ചു. പക്ഷെ നമ്മുടെ ശരീരം യേശു വരുമ്പോൾ മാത്രമേ മാറുകയുള്ളൂ. ഒരു കണ്ണിമ ചുമയ്ക്കുന്നതിനിടെ നിങ്ങളുടെ ശരീരം മാറും. അതും മാറും. ഇപ്പോഴല്ല. ആരത് ചെയ്യും? ദൈവം അത് ചെയ്യും. ഒറ്റ കാര്യം മാത്രമേ ഇവിടെയുള്ളൂ, അതാണ് പ്രാണന്റെ ഭാഗം. ആരാണ് ഇതിനെ മാറ്റിമറിക്കേണ്ടത്? എത്ര പേർ പറയും ദൈവം മാറ്റണമെന്നുള്ളത്? എത്ര പേർ പറയും ദൈവമാണത് മാറ്റേണ്ടതെന്നുള്ളത്? ചില ആൾക്കാർ രണ്ടിനും കൈവത്തിടില്ല. എന്തിനാണ് പ്രശ്നം വീടുന്നല്ലേ? നമ്മളാണ് മാനസാന്തരപ്പെടേണ്ടവർ. ഹല്ലേലൂയ. നമ്മുടെ 3 ഭാഗം ജീവിതവും നമ്മുടെ കരങ്ങളിലിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ സ്കൂളിൽ വന്നത്? നമ്മുടെ മനസ്സിനെ പുതുക്കുവാൻ. നോക്കുക, ഈ 10 മാസം, ഈ ഒരു മാസം, ഈ ഒരു 10 ദിവസം, കാരണം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് മാറിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നു. ഹല്ലേലൂയ. എല്ലാ സെഷനും നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നു. എങ്ങനെയാണ്? നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നതിലൂടെ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഹവയുടെ മനസ്സ് പിശാചിനെ കേൾക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് അവരുടെ മനസ്സിരുന്നത്? അത് പഴയ മനസ്സായിരുന്നോ? നല്ല മനസ്സായിരുന്നോ? അതോ ചീത്ത മനസ്സായിരുന്നോ? പഴയ മനസ്സായിരുന്നോ? പുതിയ മനസ്സായിരുന്നോ? പുതിയ മനസ്സ്. എന്തെങ്കിലും കയ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നോ? എന്തെങ്കിലും ക്രോധമുണ്ടായിരുന്നോ? ആദവുമായിട്ട് വഴക്കുണ്ടാക്കി ഞാൻ അമ്മായിമ്മയുടെ വീട്ടിൽ പോന്ന് പറഞ്ഞിരുന്നോ?
ഇതൊന്നും നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. മദറിലോ ഇല്ല. My problem, she don't have a mother-in-law. ചിലർക്ക് പറയും അവർക്ക് അമ്മായിയമ്മയിലിരുന്ന് അണ്ണൻ എൻ്റെ പ്രശ്നം വരത്തില്ല. Because she listened only God's word. കാരണം അവൾ ദൈവത്തിന്റെ വാക്ക് മാത്രം കേട്ടതുകൊണ്ട് 100%. അവളുടെ മനസ്സ് 100% സുരക്ഷിതമായിരുന്നു. The day they heard who devil's voice, നിങ്ങൾ പിശാചിന്റെ അവളുടെ ശബ്ദം, അവളുടെ മനസ്സ് പിശാചിന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സ് വിരൂപമാക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 11:3. this is a very basic thing. I have to teach many new people here. ഇത് വളരെ ഒരു അടിസ്ഥാനമാണ്, പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും എടുത്ത് വായിച്ചാട്ടെ. All of you read take in Hindi. ഉറക്കെ വായിച്ചാട്ടെ. All of you in your own language. 2 Corinthians 11. 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹവ്വയെ ഉപയോഗത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളത് അടിവരയിട്ടെ. സർപ്പം ഓക്കെ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കുഴപ്പത്തിലാക്കപ്പെട്ടു. പിശാച് ഹവ്വയുടെ മനസ്സിനെ എന്ത് ചെയ്തു? ഉപായത്തിൽ ചതിച്ചു, വഷളാക്കി. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഉത്തരം പറയുക. ഓക്കെ, എങ്ങനെയാണ് ഹവ്വയുടെ മനസ്സ് വഷളായത്? കാരണം ആരുടെ വചനത്താൽ? പിശാചിന്റെ. സർപ്പം ഹവ്വയോട് സംസാരിച്ചു. പറഞ്ഞട്ടെ, സർപ്പം സംസാരിച്ചു, ഹവ്വ കേട്ടു, അവളുടെ മനസ്സ് വഷളായി. ഒന്നുകൂടെ പറയാമോ? സർപ്പം പറഞ്ഞു, ഹവ്വ കേട്ടു, അങ്ങനെ അവളുടെ മനസ്സ് വഷളായി. ഓക്കെ, അതാണ് വചനത്തിന്റെ ശക്തി. ഓക്കെ, സർപ്പം വന്ന് ഹവ്വയുടെ മനസ്സിനെ വഷളാക്കിയെങ്കിൽ ഇനി ആരുടെ വാക്കാണ് ഹവ്വയെ ശുദ്ധീകരിക്കുന്നത്? നിങ്ങളോട് ഞാൻ ആദ്യം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുക. പിശാചിന്റെ വാക്ക് വഷളാക്കി, ഇനി ആരുടെ വാക്കാണ് അവര് സുഖമാക്കുന്നത്? ദൈവത്തിന്റെ വാക്ക്. ചില ആൾക്കാർ ഇപ്പോഴും വാ തുറക്കുന്നില്ല. പുറകിലിരിക്കുന്നവരെല്ലാം വാ തുറന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്കെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഉറക്കെ എന്താ പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം. അപ്പാ, പിശാചിന്റെ വാക്ക് വഷളാകും, ദൈവത്തിന്റെ വചനം നന്നാകും. എന്തൊരു കേട്ടപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഞാൻ എൻ്റെ മെസ്സേജിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളോ? പിശാചിന്റെ വാക്ക് വഷളാകും, ആരുടെ വചനം നന്നാകും? ദൈവത്തിന്റെ വചനം. സന്തോഷമായിട്ട് ഉത്സാഹമായിട്ട് വേണം പറയാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിക്കേണ്ടത്? എന്തുകൊണ്ട്? അതെ, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ. കാരണം നിങ്ങളുടെ മനസ്സ് വഷളായിരിക്കുകയാണ്. പിശാച് മനസ്സിനെ വഷളാക്കി. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ എപ്പോഴും രൂപാന്തരപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ചില മാതാപിതാക്കൾ പറയും, ബൈബിൾ വായിക്കുക. ഉടനെ കുഞ്ഞു ചോദിക്കും, ഞാനെന്തിനാ ബൈബിൾ വായിക്കണം? ബൈബിൾ അങ്ങ് വായിക്കും, അത്രേ ഉള്ളെന്ന് പറയും. അവർക്ക് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയത്തില്ല.
read. ചില ആൾക്കാർക്ക് ഉത്തരം കൊടുക്കത്തില്ലെങ്കിൽ അവർക്ക് പറയും വായിക്കുക, അതൊരു അനുഗ്രഹമാണ്. എന്തനുഗ്രഹം? Why I always ask question. ഞാൻ ഒരു ചെറിയ പൈതലിരിക്കുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനെല്ലാം ചോദിക്കുമായിരുന്നു. Always ask, because the why question is very important. എപ്പോഴും ചോദിക്കും. കാരണം എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യം? നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ Do it with all your heart. നിങ്ങളത് മുഴു ഹൃദയത്തോടു കൂടി നിങ്ങൾ ചെയ്യും. Just a blessing. അത് വെറും ഒരു ആശീർവാദം മാത്രമല്ല. Bible under the pillow so that the devil will not attack them. ചില ആൾക്കാർ ബൈബിള് പില്ലോടെ വയ്ക്കും, അപ്പൊ പിശാച് വരത്തില്ലല്ലോ. The devil, they take the Bible on the head of the devil get out on the head. ചില ആൾക്കാരാണെങ്കിൽ ബൈബിൾ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ തലയിൽ വെച്ച് അടിച്ചിട്ട് പറയും പിശാച് പോ, Bible on the head, nothing will happen. ഒന്നും സംഭവിക്കത്തില്ല. ബൈബിൾ എടുത്ത് അടിച്ചെന്ന് പറയുന്നത് സംഭവിക്കത്തില്ല. Your spirit, നിങ്ങളുടെ ആത്മാവിന് വചനം പോകണം, renew your mind. അത് നിങ്ങളുടെ മനസ്സിന് പുതുക്കണം. Bible reading, tell your neighbor, Bible അടുത്തിരിക്കുന്നത് പറഞ്ഞിട്ട് വചനം വായിക്കുന്നു പറയുന്നത് വളരെ 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 പ്രാധാന്യമുള്ളതാണ്. hit the head. Even after coming to the school, അതിനടിച്ച് പറഞ്ഞോട്ടെ, ഈ സ്കൂളിൽ വന്നതിന് ശേഷം നീ മാറിയിട്ടേ ഇല്ല. we all know one thing. നമുക്കെല്ലാം ഒരു കാര്യം അറിയാം, പ്രാർത്ഥന. Head cover. തലേ തുണിയിട്ട് പ്രാർത്ഥിക്കാൻ അറിയാം. സ്തോത്രം 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 ദൈവമേ, സ്തോത്രം ദൈവമേ. Powerful prayer, 1 hour prayer. അയ്യോ, ഒരു മണിക്കൂർ ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിച്ചു. വീട്ടിൽ വരുന്നു, അയ്യോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അവളോട് അങ്ങനെ പറഞ്ഞു. Even going to Baraka 1 month, വരാക്കെ 1 മാസം പോയിട്ടും ഒന്നും സംഭവിച്ചില്ല, nothing will happen. ഒന്നും നടക്കത്തില്ല. If you not get into the word, നിങ്ങൾ വചനം വായിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, word will renew your mind. നിങ്ങളുടെ മനസ്സ് Every truth. അതുകൊണ്ട് എല്ലാ സത്യം നിങ്ങളുടെ മനസ്സിനെ മാറ്റും. Actually, who you are in Christ. ശരിക്കും നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? ഉദാഹരണത്തിന് അണ്ണന്റെ മെസ്സേജ്, Daily devotion. അണ്ണന്റെ ഡെയിലി ഡിവോഷൻ. See yourself in Christ daily. ക്രിസ്തുവിൽ നിങ്ങളെ പ്രതിദിനം കാണുക. That is, you see photo there, mirror is there. നിങ്ങൾ ആ പുസ്തകത്തിന്റെ പുറംചട്ട കാണുകയാണെങ്കിൽ അവിടെ ഒരു കണ്ണാടിയിൽ One animal is there. Which animal? ഒരു മൃഗമുണ്ട്. എന്താണ് മൃഗം? Cat is പൂ- in the mirror. പൂച്ച ഒരു കണ്ണാടി നോക്കി നിൽക്കുന്ന കണക്കിൽ എന്താണിത് കാണുന്നത്? ഒരു സിംഹത്തെ. Every day when you see yourself in Christ, എല്ലാ ദിവസവും നിങ്ങൾ ക്രിസ്തുവിനെ ഇങ്ങനെ കാണുമ്പോൾ, ബൈബിളിൽ കാണുമ്പോൾ see yourself as a lion. നിങ്ങൾ നിങ്ങളെ തന്നെ സിംഹമായി കാണും. But now, പക്ഷെ ഇപ്പോൾ see yourself as a cat. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പൂച്ചയായിട്ടാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. James chapter 1 verse 19. യാക്കോബ് 1:17. James 1, sorry, not 23. യാക്കോബ് 1:23 വായിച്ചാട്ടെ. For if anyone is a hearer of the word and not a doer, he is like a man observing his natural face in a mirror. Okay. All of you take this word, very simple word, easy word. ഇത് വളരെ എളുപ്പമാണ്, പറഞ്ഞോട്ടെ. He is a hearer of the word and not a doer. ഒരുത്തൻ Like a man, it should be changed actually. Like a woman observing his natural face in a mirror. ഒരുത്തൻ വചനം കേൾക്കുന്നവരെങ്കിലും ചെയ്യാത്തവരായിരുന്നു കഴിഞ്ഞാൽ അവൻ തന്റെ സ്വാഭാവികമായ മുഖം കണ്ണാടി നോക്കുന്ന ആളോടൊക്കുന്നു. कि वो स्त्री के समान है जो अपना स्वाभाविक मुंह दर्पण में देखती है. James don't understand woman. याकूब स्त्रियों को समझ नहीं That's why he put a man. If I would have read James, I would have wrote it like a woman. यदि मैं याकूब को लिखता तो मैं जरूर स्त्री लिखता. How many times you see the mirror? ജാക്കോബ് ശരിക്കും എഴുതിയില്ല. ഞാൻ എഴുതിയിരുന്നെങ്കിൽ അവിടെ പെൺകുട്ടി എന്ന് എഴുതി വെച്ചാൽ എത്ര തവണ നമ്മൾ കണ്ണാടി നോക്കും? How many of you saw your face? എത്ര പേർ നിങ്ങളുടെ മുഖം കാണാറുണ്ട്? No, never see your face. അയ്യോ, പലരും ഇവിടെ കണ്ണാടി നോക്കിയിട്ടേ ഇല്ല. The reflection in the mirror. റിഫ്ലക്ഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. Did you see your own face? നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടുണ്ട്? By your eyes? നിങ്ങളുടെ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്? The tip of your nose you may see.
നിങ്ങൾ മൂക്കിൻ്റെ അറ്റം നോക്കും. Only in the mirror you see the reflection. നിങ്ങളുടെ കണ്ണാടി നിങ്ങളുടെ പ്രതിരൂപമാണ് കാണുന്നത്. എല്ലാ തവണയും പോയി നോക്കും. ലേഡീസ് കണ്ണാടി നോക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അരമണിക്കൂർ. Car stands inside, people are there. ഇനി ഏതെങ്കിലും കാറ് നിന്ന് അതിനകത്ത് ആൾക്കാരുണ്ടെങ്കിൽ ആ കണ്ണാടി പോയി എത്തി നോക്കിയിട്ട് വരും. Because you are very careful. കാരണം നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരാണ്. ഞാൻ എങ്ങനെയാണ് കാണാനുള്ളത്, You want to see yourself. അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹമാണ്. അതേപോലെ As a natural man, you see the natural mirror. നിങ്ങൾ സാധാരണ മനുഷ്യന്റെ സാധാരണ കണ്ണാടി കാണുകയാണ്. Spiritual man, പക്ഷെ നിങ്ങളുടെ ആത്മമനുഷ്യൻ spiritual mirror. നിങ്ങൾക്ക് ആത്മീയ കണ്ണാടിയുണ്ട്. അതാണ് നിങ്ങളുടെ ബൈബിൾ. Hallelujah. ഹല്ലേലൂയ. How you are looking like? എങ്ങനെയാണ് നിങ്ങൾ കാണപ്പെടുന്നത്? നിങ്ങളൊരു പൂച്ചയല്ല, Not a failure. നിങ്ങളൊരു പരാജയമല്ല, നിങ്ങൾ സാധാരണ വ്യക്തിയല്ല, Unworthy girl. നിങ്ങൾ ഒരു കുറവുള്ള വ്യക്തിയല്ല. The Bible നിങ്ങൾ ബൈബിളിലൂടെ നോക്കുമ്പോൾ will show you. ബൈബിളിൽ കാണാൻ Hello, what's your name? Angel. നിങ്ങളുടെ പേരുണ്ട് ഏഞ്ചൽ. ഹലോ ഏഞ്ചലേ, You are not ordinary angel. നീ സാധാരണ ഏഞ്ചലല്ല, In Christ. നീ ക്രിസ്തുവിലുള്ള ഏഞ്ചലാണ്. ക്രിസ്തു നിങ്ങളുണ്ട്, ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുണ്ട്, ക്രിസ്തുവിന്റെ Righteousness is your righteousness. ക്രിസ്തുവിന്റെ നീതി നിന്റെ നീതിയാണ്. എല്ലാ വരങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. Nature is your nature. ദൈവത്തിന്റെ സ്വഭാവം നിന്റെ ഉള്ളിലുണ്ട്. എന്ത് സംഭവിച്ചെന്നാൽ You see the mirror. എല്ലാ ദിവസവും നിങ്ങൾ മിറർ നോക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ മുഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. This is what the school of the Holy Spirit. അതാണ് സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ കാണുന്നത് ഒരു വ്യത്യസ്തമായ കണ്ണാടി കാണുക. Showing that mirror. ബൈബിൾ നിങ്ങളെ കണ്ണാടി കാണിക്കും. നിങ്ങളൊരു പരാജയമാണ്, നിങ്ങൾ തകർന്ന വ്യക്തിയാണ്, Is broken. നിങ്ങളുടെ കുടുംബം തകർന്നു, Poor. നിങ്ങൾ പാവമാണ്, നിങ്ങൾക്ക് സംരക്ഷിക്കില്ല, നിങ്ങൾക്ക് Belong to a low community. നിങ്ങൾക്ക് നല്ല ജീവിതമില്ല, നീ ലോ കമ്മ്യൂണിറ്റിയിലാണ്. Lie of the devil. ഇതെല്ലാം പിശാചിന്റെ കള്ളത്തരമാണ്. You are going to see that mirror of God's word. നിങ്ങൾ ദൈവത്തിന്റെ കണ്ണാടിയിലൂടെ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ കൂടുതൽ കണ്ണാടിയിലൂടെ കാണുമ്പോൾ, അതായത് വചനത്തിലൂടെ കാണുമ്പോൾ, Power will flow. നിങ്ങൾ ഇന്ന് കൂടുതൽ ശക്തിയും ചെയ്യപ്പെടും. Calling. നിങ്ങളുടെ വിളിയെ കാണും. What kind of anointing you have. നിങ്ങൾക്കറിയാം എന്ത് തരത്തിലുള്ള അഭിഷേകമാണ് നിങ്ങൾക്കുള്ളത്. They will come. ഒരു ദിവസം വരും Cannot recognize you. നമ്മൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് വരും. You will come and say, Anna, you know, I am the one who studied in 2025 March batch. നിങ്ങൾ പറയാം ഞാനാണ് 2025 മാർച്ചിൽ പഠിച്ച പെൺകുട്ടി. We cannot recognize you. ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ വലിയൊരു വലത്തിൽ ജീവിക്കും. Power will flow through you. ശക്തി നിങ്ങളോട് ഒഴുകും. Thousands will come to you. ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളോട് വരും. കാരണം Day you know who you are. നിങ്ങൾ അറിയും നിങ്ങൾ ആരാണെന്നുള്ളത്. അപ്പോൾ അത്ഭുതം സംഭവിക്കും, Healing begins. സൗഖ്യം സംഭവിക്കും, Victory begins. Riches will come. ജയം വരും. They will know. കാരണം എന്തെന്നാൽ പിശാചിന് അറിയാം. She received the Holy Spirit. പരിശുദ്ധ എന്നറിയപ്പെട്ടോ? അതെ, ഓക്കെ. ക്രിസ്തുവിനെ സ്വീകരിച്ചു, ഓക്കെ, പ്രശ്നമില്ല. അവൾ എല്ലായ്പ്പോഴും ചർച്ച പോകുന്നുണ്ടോ? ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ Allow her ഒരിക്കലും അവളെ to understand who she really is. അവൾ ആരാണെന്ന് ശരിക്കും അവളെ മനസ്സിലാക്കാൻ അനുവദിക്കരുത്. അവളെ സത്യം മനസ്സിലാക്കരുത്. ക്രിസ്തു അവളിലുണ്ട്, എല്ലാ ശക്തിയും അവളിലുണ്ട്, God's fullness is in her. ദൈവത്തിന്റെ സകലതും അവളിലുണ്ട്. എന്ത് സംഭവിച്ചെന്നാൽ Don't know that. നിങ്ങൾ അറിയുന്നത് കൊണ്ട് Like an unbeliever. നിങ്ങൾ ഒരു അവിശ്വാസിയായി ജീവിച്ചു. Difference between you and an unbeliever. നിങ്ങളിലും ആ വിശ്വാസത്തിലും ഒരു വ്യത്യാസമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയില്ല. You don't know. എന്തുകൊണ്ട് നിങ്ങൾക്കറിയില്ല? Is that the truth? നിങ്ങൾ സത്യത്തെ കേട്ടില്ല. Is that the new covenant truth? നിങ്ങൾ പുതിയ നിയമ സത്യത്തെ അറിഞ്ഞില്ല. By failure. അതുകൊണ്ടാണ് പരാജയം. Hey, you understand. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ Change your mind. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ Walk in that. മനസ്സിലാക്കി. നിങ്ങളത് അതിൽ നടന്നപ്പോൾ Difference. എല്ലാവരും ആ വ്യത്യസ്ത കണ്ടു. Family will see the difference. നിങ്ങളുടെ കുടുംബം വരെയും ആ വ്യത്യസ്തം കണ്ടു. Friends will see the difference. നിങ്ങളുടെ ഫ്രണ്ട്സ് അത് കാണും. From a low family. ചിലപ്പോൾ നിങ്ങൾ വളരെ താഴ്ന്നൊരു ഫാമിലി നിൽക്കും വന്നത്, പക്ഷേ Go to the higher level. നിങ്ങൾ ഒരു വലിയ ലെവലിൽ വരും. Bible says, ബൈബിൾ പറയുന്നു, 23:7. സദൃശവാക്യം, As a man thinks in his heart, സദൃശവാക്യം 21:7. he. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന എന്താണോ അതുപോലെ അവനായിത്തീരുന്നു. A man
as a woman thinks in his heart. एक स्त्री जैसा ഒരു സ്ത്രീ എന്താണോ അവിടെ ഹൃദയം ചിന്തിക്കുന്നത് അങ്ങനെ അവനായിത്തീരുന്നു. സദൃശവാക്യം 23:7. Right? This ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന അണ്ണ ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? is the level you are. നിങ്ങൾ എന്താണെന്നുള്ളത് അതാണ് നിങ്ങളായിരിക്കുന്ന ലെവൽ. എന്ത് ചെയ്യാം? You have to increase your thinking about yourself. നിങ്ങൾ ചിന്തിക്കുന്നതിനെ പറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കാൻ. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അനുഗ്രഹമാണ്. ഞാനൊരു നല്ല സ്ത്രീയാണ്. I am going to give to Baraka monthly 1 lakh. ഞാൻ ബെറാക്കയ്ക്ക് മന്ത്ലി 1 ലക്ഷം കൊടുക്കും. ആമേൻ. You must have 100 lakhs every month. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ലക്ഷം എല്ലാ മാസവും ഉണ്ടാകും. ഇത് നടക്കുമോ? നടക്കും. പക്ഷേ പിശാച് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് നിങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ്. നമ്മൾ പാവങ്ങളാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി പാവമാണ്. എങ്ങനെ നമ്മൾ എഴുന്നേൽക്കാൻ കഴിയും? They can come up. എല്ലാവർക്കും വരാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് പറ്റത്തില്ല. അത് പിശാചിന്റെ നുണയാണ്. Then you understand. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇല്ല, Christ came in my life. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നു. I am in Christ. ഞാൻ ക്രിസ്തുവിലാണ്. See yourself in a mirror. നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ Tell yourself. നിങ്ങൾ തന്നെ നോക്കി പറയുക, ഇത് No more a old എന്നെ പറ്റി പറയാൻ, ഇത് അലക്സാണ്ടനാണ്, I'm a new creation. ഞാൻ പുതിയ സൃഷ്ടിയാണ്, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, God is in me. ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ജയാളിയാണ്, എല്ലാവരിലും ജയാളിയാണ്, ഞാൻ ധനികയാണ്. ആമേൻ. Speak about yourself. നിങ്ങൾ സംസാരിക്കുമ്പോൾ Most of the time you feel shy. ആദ്യം നിങ്ങൾക്ക് നാണം വരും. You, one of the problem you know, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, somebody says bad about you, you accept it. നിങ്ങളെ പറ്റി ആരെങ്കിലും ചീത്തയായിട്ട് പറഞ്ഞ് നിങ്ങൾ ഉടനെ സ്വീകരിക്കും. You are good, you are rich, na? നിങ്ങൾ നല്ലതാണ്, നിങ്ങൾ സമ്പത്തുള്ളവരാണെന്ന് പറഞ്ഞ് നിങ്ങളത് സംശയിക്കും. It's not accepting. നിങ്ങളുടെ മനസ്സിനെ സ്വീകരിക്കാൻ വയ്യ. You will renew your mind in a negative way. കാരണം പിശാച് നിങ്ങളെ തെറ്റായ രീതിയിലാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചെറിയ വയസ്സിൽ തന്നെ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. Conditioned. നിങ്ങളിപ്പോൾ അതിന്മേലെ ഒതുങ്ങിയിരിക്കുകയാണ്. Now you came into your mold. My life is like that, Anna. നിങ്ങളുടെ മനസ്സിപ്പോൾ അങ്ങനെ ഉരുവായിരിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങനെയാണെന്നാ, ആർക്കും എൻ്റെ ജീവിതം മാറ്റാൻ കഴിയത്തില്ല. But it's like that. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞു, എൻ്റെ മക്കൾക്ക് പ്രശ്നമില്ല. Some comfort I gave for 1 month. ചിലപ്പോൾ എനിക്കൊരു ആശ്വാസം ലഭിക്കുമായിരിക്കും. Things can be changed. ഒന്നിനും മാറ്റാൻ കഴിയത്തില്ല. This miracle can happen to others. ചിലപ്പോൾ ഈ അത്ഭുതം നമുക്ക് പരിഹരിക്കുന്നു, For me, പക്ഷെ എനിക്കല്ല. it's a lie of the devil. അത് പിശാചിന്റെ നുണയാണ്. When you break that mindset, നിങ്ങൾ ആ മൈൻഡ് സെറ്റ് പൊളിക്കുമ്പോൾ, barrier is broken in your mind, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ബാരിയർ എടുത്ത് കളയുമ്പോൾ victory begins. നിങ്ങളുടെ ജയം തുടങ്ങുന്നു. Hallelujah. ഹല്ലേലൂയ. That's why I started with the stronghold. അതുകൊണ്ടാണ് ഞാൻ കോട്ടയെ പറ്റി പറഞ്ഞത്. Problem. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സിലാണുള്ളത്. Hold in your mind. നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങളും കോട്ടകളും. Build that stronghold very cunningly from your childhood. പിശാച് കുഞ്ഞുനാളിൽ തന്നെ പല കോട്ടകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞു. 1 month school. പക്ഷെ ഈ ഒരു മാസം സ്കൂൾ Change everything. നിങ്ങളെല്ലാം മാറ്റുവാൻ പോവുകയാണ്. ആമേൻ. When your mind changes, നിങ്ങളുടെ മനസ്സ് മാറുമ്പോൾ life changes. നിങ്ങളുടെ ജീവിതം മാറും. ഹല്ലേലൂയ. Stand up. എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് I want to renew your mind. ദൈവത്തെ നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. നിങ്ങളുടെ ആത്മാവ് മാറപ്പെട്ടു. It's perfect. നിങ്ങളുടെ ആത്മാവ് വളരെ പുതുക്കമുള്ളതാണ്. Everything is there. നിങ്ങളുടെ ആത്മാവിലെല്ലാം ഉണ്ട്, പക്ഷേ It should come to your mind. അത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ആവശ്യമാണ്. It should be renewed. നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. Accept it. നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കേണ്ട ആവശ്യമാണ്. Mind accepted it. നിങ്ങളുടെ മനസ്സത് രൂപാന്തരപ്പെടുത്തുമ്പോൾ Spirit and soul will go to the Lord. ആത്മാവും പ്രാണനും Miracle will happen. ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ നടക്കും. Riches will come. സമ്പന്നതകളിൽ വരും. Words will change people. നിങ്ങളുടെ വാക്കുകൾ ജനങ്ങളെ മാറ്റിമറിക്കും. Glorious life. അതാണ് മഹത്വമുള്ള ജീവിതം. Where you are right now, എവിടെയാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്? not because of God, ഇത് ദൈവത്താലല്ല നിങ്ങളായിരിക്കുന്നത്. the devil later. പിശാച് നിങ്ങളെ ആക്കി വെച്ചിരുന്നായിരുന്നു. Not because of the people, ഇപ്പോൾ it's only because of your mind. ജനങ്ങളല്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ മനസ്സിനാണ്. Barrier. നിങ്ങളുടെ മനസ്സാണ് തടസ്സം. Your mind is a stronghold. നിങ്ങളുടെ മനസ്സൊരു പിടിമുറുക്കുള്ള മനസ്സാണെങ്കിൽ Break it. ദൈവത്തിനത് തകർക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് തവണ Sometimes you are good.
ചില സമയത്ത് നിങ്ങൾ നല്ലതായിട്ട് തോന്നും. Again, you go back to that old mindset. പക്ഷെ നിങ്ങൾ പിന്നെ പഴയ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധനോട് പറയുകയാണ്, എൻ്റെ മക്കളെ, Breaking every stronghold. ഞാൻ എല്ലാ തകർച്ചയും തകർക്കുന്നു, Pull down. ഇതെല്ലാ കോട്ടകളെയും പിടിച്ച് വലിച്ച് താഴെയിടുന്നു. ഈ ഒരു മാസം You meditate. നീ ധ്യാനിക്കുമ്പോൾ Who you are in Christ. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു ചിത്രം Change your old picture. നിങ്ങളുടെ പഴയ ആ ചിത്രം മാറ്റുന്നു. You see yourself victorious. നിങ്ങൾ നിങ്ങളെ തന്നെ ജയാളിയെ The കാണും. Lion of Judah is living. അതെ, യഹൂദ ഗോത്രത്തിൽ സിംഹം You will നിങ്ങളുടെ rise up as a mighty lion. നിങ്ങൾ വളരെ ശക്തരായ ഒരു സിംഹം You എഴുന്നേൽക്കും. will understand the difference. ജനങ്ങൾക്ക് നിങ്ങൾ ആരെന്ന് മനസ്സിലായില്ലെങ്കിലും You will become bold like a lion. നിങ്ങൾ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായിരിക്കും. Calling will rise up in you. നിങ്ങൾ നിന്ന് വിളി എഴുന്നേൽക്കും. You are going to do a powerful ministry. ഓ, നിങ്ങളൊരു വലിയ ശക്തമായ മിനിസ്റ്റർ ചെയ്യും. പരിശുദ്ധാത്മാ, Words that I taught them. ഞാൻ ഇവരെ പഠിപ്പിച്ച ഈ വചനം Go deeper in them. ആഴമായി ഇവരിലേക്ക് ഒഴുകട്ടെ. Teach to other people. അവർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പര്യാപ്തരാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.